കാണാൻ പറ്റുന്നുണ്ടോ? Yes, ma'am. Yes, prayer start ചെയ്തോ? Alhamdulillah, ma'am. സൃഷ്ടാവാം ദൈവമേ സത്യസ്ഥനാദേന ചൈതന്യമേ പുണ്യം വരുന്നോമേ കാരുണ്യസ്മികൾ എന്നെന്നും എന്നിൽ സ്തുതിനും നീ പുല്ലിലും പൂവിലും കല്ലിലും നിന്റെ വാസം എല്ലാം കേൾക്കുന്നില്ല കേട്ടോ. കഴിഞ്ഞു മാം. കഴിഞ്ഞോ? കേട്ടില്ല കേട്ടോ. Thought of the day. Ma'am. Good morning, Adira ma'am, and good morning, friends. Myself, Rinda. Today's thought is good manners are the way of showing other people that we have respect for them. Bill Kelly. മറ്റുള്ളവരോട് നമുക്ക് ബഹുമാനം ഉണ്ടെന്ന് കാണിക്കാനുള്ള ഒരു മാർഗമാണ് നല്ല പെരുമാറ്റം. ഓക്കെ, താങ്ക് യു മാം. Jerusha. Okay. Good morning, ma'am, and my dear friends. Today is 5th August 2025, and as we step into this important month in Indian history, we remember the brave heroes of our independence movement. Just 3 days from now, on 8th August, the Quit India movement was launched by Mahatma Gandhi in 1942, a powerful call for freedom from British rule. This reminds us that even students like us can make a difference when we stand for truth, unity, and courage. Let's begin our day with the same spirit of dedication and hope. Okay, very good. Good morning to all. Good morning. Good morning. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. നിങ്ങളോട് കുറച്ച് കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. നമ്മളെ ഏത് ചാപ്റ്റർ എടുത്ത് തീർത്തെന്നറിയാമോ? ഏതാ എടുത്തോണ്ടിരുന്ന? നമ്മൾ സ്ട്രക്ചർ ഓഫ് ദ ക്ലാസ് റൂം ആണ് എടുത്തോണ്ടിരിക്കുന്നത്. അത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ലേ? ഇല്ല മാം. ഞാൻ നിങ്ങൾക്ക് ടോപ്പിക്സ് തന്നു ക്ലാസ് എടുക്കാന്ന് പറഞ്ഞേ. സിറ്റിംഗ് അറേഞ്ച്മെന്റ്സ് എനിക്ക് തന്നായിരുന്നു. സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ്. ഓക്കെ. യൂണിഫോംസും അല്ലേ? ഇതല്ലേ പറഞ്ഞത് സ്ട്രക്ചർ ഓഫ് ക്ലാസ് റൂമില്? യെസ് മാം, അത് രണ്ടും. സിറ്റിംഗ് അറേഞ്ച്മെന്റ്സ്, യൂണിഫോംസ്. മറ്റേത് ടീച്ചർ പറഞ്ഞു തരാന്ന് പറഞ്ഞല്ലേ, ജപ്പാനീസ് സ്റ്റൈൽ ക്ലാസ് റൂം. ഓക്കെ. അപ്പൊ ആരാണ് എടുക്കുന്നത് സിറ്റിംഗ് അറേഞ്ച്മെന്റ്സ്? സിറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ഞാനാണ് മാം. പേര് പറയൂ. അമൃത. Good morning, Adira ma'am. Good morning, all. Today we are going to discuss the topic sitting arrangements in classroom. Sitting arrangements. It is one of the dubious matters to the teacher since every parent wants their children to sit in the front. School teachersനെ സംബന്ധിച്ചിടത്തോളം dubious means doubtful ആണ് കേട്ടോ. അപ്പോൾ ടീച്ചേഴ്സിനെ സംബന്ധിച്ചോളം ഏറ്റവും വലിയ പ്രശ്നം എന്താന്ന് വെച്ചാൽ എല്ലാ പാരന്റ്സിന്റെയും നീഡ് എന്താന്ന് വെച്ചാൽ അവരവരുടെ മക്കളെ ഫ്രണ്ടിൽ ഇരുത്തണം. ഇപ്പൊ നമ്മുടെ ചെറുപ്പത്തിലായാലും നമുക്കറിയാം, നമ്മുടെ പാരന്റ്സ് നമ്മോട് പറയും ഫ്രണ്ടിൽ ഇരിക്കണേ, ബാക്കോട്ടൊന്നും ഇരിക്കല്ലേ. കാരണം എല്ലാവരുടെയും പ്രഡിക്ഷൻ എന്ന് വെച്ചാൽ ബാക്കിലോട്ട് ഇരിക്കുമ്പോൾ അക്കാദമിക്കലി വീക്ക് ആവും എന്നുള്ളൊരു പ്രഡിക്ഷൻ വെച്ചിട്ട്. അപ്പോൾ ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അതൊരിക്കലും പോസിബിൾ അല്ല എല്ലാ കുട്ടികളെയും ഫ്രണ്ടിൽ ഇരുത്തുക എന്നുള്ളത്. Some of the students are having eye defect, hearing defect,
which are not easily identifiable. കുറച്ച് കുട്ടികളുടെ പ്രശ്നം എന്ന് വെച്ചാൽ ചിലപ്പോൾ ചില കുട്ടികൾക്ക് ഐ ഡിഫക്റ്റ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഹിയറിംഗ് ഡിഫക്റ്റ് ഉണ്ടാവാം. അതൊന്നും നമുക്ക് ഡയറക്റ്റ് ഈസി ആയിട്ട് ഐഡന്റിഫയബിൾ ആയിരിക്കില്ല, കാരണം കൊച്ചു കുട്ടികളായിരിക്കുമല്ലോ. വി ക്യാൻ മേക്ക് സിറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ബൈ ദ ഫോളോയിങ് മെത്തേഡ്. അതുകൊണ്ട് ജനറലി നമ്മൾ കുറച്ച് മെത്തേഡ്സ് ഫോളോ ചെയ്യുന്നുണ്ട് സിറ്റിംഗ് അറേഞ്ച്മെന്റ്സിൽ. ദ ഫസ്റ്റ് വൺ ഈസ് ഹൈറ്റ് ഓർഡർ. സിറ്റിംഗ് അറേഞ്ച്മെന്റ് ഷുഡ് ഹാവ് ടു ബി ചേഞ്ച്ഡ് വൺസ് ഇൻ എവറി വീക്ക്. സാധാരണ സ്കൂളിൽ സിറ്റിംഗ് അറേഞ്ച്മെന്റ്സ് എവറി വീക്ക് ഇങ്ങനെ ചേഞ്ച് ചെയ്യാണ് പതിവ്. ഡെയിലി മാറ്റുന്ന സ്കൂളും ഉണ്ട്. സ്റ്റാർട്ടിംഗ് ഫ്രം ദ 4 കോർണേഴ്സ് ഇറ്റ് ക്യാൻ ബി അറേഞ്ച്ഡ് ഇൻ 2 ways. 4 കോർണേഴ്സ് നിന്നും സ്റ്റാർട്ട് ചെയ്തിട്ട് 2 വേസിലാണ് ഇതിങ്ങനെ അറേഞ്ച് ചെയ്യുക. അതായത് റോസും ഉണ്ടാവും, കോളംസും ഉണ്ടാവും. ക്ലാസ് റൂമിൽ സിറ്റിംഗ്സിനെ സംബന്ധിച്ചിടത്തോളം റോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1 by 1 ബാക്ക് ടു ബാക്ക്. ഫസ്റ്റ് റോ മുന്നിലുള്ളത് ഫസ്റ്റ് റോ, ബാക്കിലുള്ളത് സെക്കൻഡ് റോ, അങ്ങനെ റോസ് കുറെ ഉണ്ടാവും. കോളം സാധാരണയായി 2 എണ്ണം ഉണ്ടാവുക, ലെഫ്റ്റ് സൈഡിലൊന്ന് റൈറ്റ് സൈഡിലൊന്ന്, 2 കോളംസ്. അങ്ങനെ ആ 4 കോർണേഴ്സും ഈ 2 റോസും കോളംസും അങ്ങനെ നോക്കിയിട്ട് 8 വേസിൽ നമുക്ക് കുട്ടികളെ ഇരുത്താൻ പറ്റും. ദ സെക്കൻഡ് വൺ ഈസ് ആൽഫബറ്റിക്കൽ ഓർഡർ. നമുക്കറിയാം അറ്റൻഡൻസ് ആൽഫബറ്റിക് ഓർഡർ മീൻസ് എ ടു സെഡ്. ആദ്യം കുട്ടികളുടെ പേരുകൾ നമ്മൾ ഇങ്ങനെ ആൽഫബറ്റിക് ഓർഡറിൽ അറേഞ്ച് ചെയ്യും. അറേഞ്ച് ദ സ്റ്റുഡൻസ് ഇൻ ആൽഫബറ്റിക്കൽ ഓർഡർ. വി ക്യാൻ മേക്ക് ഫ്രം ടു സിറ്റ് ഫ്രം ദ 4 കോർണേഴ്സ് ഇൻ 2 ways. സെയിം രീതിയിൽ തന്നെ 4 കോർണേഴ്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് 2 വേസിലായിട്ട് ഇരുത്തിക്കുന്നത് ആൽഫബറ്റിക്കൽ ഓർഡർ. തേർഡ് വൺ ഈസ് അറ്റൻഡൻസ് ഓർഡർ. ഇഫ് ദ അറ്റൻഡൻസ് ഈസ് നോട്ട് ഇൻ ദ ആൽഫബറ്റിക്കൽ ഓർഡർ, അറ്റൻഡൻസ് ഓർഡർ ക്യാൻ ഓൾസോ ബി യൂസ്ഡ് ഫോർ സിറ്റിംഗ് അറേഞ്ച്മെന്റ്സ്. മോസ്റ്റ് ഓഫ് ദി സ്കൂളിലും അറ്റൻഡൻസ് ഓർഡറിലായിരിക്കും, ആൽഫബറ്റിക്കൽ ഓർഡറിലായിരിക്കും അറ്റൻഡൻസ് രജിസ്റ്ററിൽ ഉണ്ടാവുക. ബട്ട് അങ്ങനെ അല്ലാത്ത കേസസിൽ നമുക്ക് അറ്റൻഡൻസ് ഓർഡറിലാക്കാം. കാരണം ഇഫ് നമുക്ക് അഡ്മിഷൻ എടുത്ത രീതിയിലായിരിക്കും ചിലപ്പം കുട്ടികളെ അറ്റൻഡൻസ് രജിസ്റ്ററിൽ ഉണ്ടാവാം, അല്ലെങ്കിൽ സം അതർ വേസിലായിരിക്കും നമ്മുടെ അറ്റൻഡൻസ് രജിസ്റ്റർ ഉണ്ടാവാം. ആ ഒരു മോഡലിൽ കുട്ടികളെ ഇരുത്തുന്നത്. അതാവുമ്പോൾ നമുക്ക് ഇങ്ങനെ അറ്റൻഡൻസ് വിളിക്കുമ്പോൾ 1 by 1 ആയിട്ട് അവർക്ക് പ്രസന്റ് ചെയ്ത് പോകാൻ പറ്റും. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് റാങ്കിങ് മെത്തേഡ്. ഇറ്റ് ഈസ് നോട്ട് സക്സസ്ഫുൾ. In some schools, grade giving methods are apt. That is another form of rank giving method. So that is also having no use. ഈ റാങ്കിങ് മെത്തേഡ് ബാക്കി 3നെ അപേക്ഷിച്ചിട്ട് ഏറ്റവും വേസ്റ്റ് ആയ ഒരു മെത്തേഡ് ആയിരിക്കും. കാരണം കുട്ടികളെ ആ ഒരു തരം തിരിച്ചിട്ട് ഇരുത്തിക്കുന്നത് അതൊരിക്കലും സക്സസ്ഫുൾ ആയ കേസസ് അല്ല. ഒരു സ്കൂളും അങ്ങനെ ആയിട്ട് ഫോളോ ഭയങ്കര സ്റ്റഡി ഓറിയന്റഡ് സ്കൂൾ ആയിരിക്കും ചിലപ്പോൾ അങ്ങനെ ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്നുണ്ടാവും. ബട്ട് അതൊരിക്കലും സക്സസ്ഫുൾ ആയ ഒരു മെത്തേഡ് അല്ല. അത്രയാണ് മാം എന്നോട് പറഞ്ഞു. ഓക്കെ, വെരി ഗുഡ്. എല്ലാവരും ക്ലിയർ അല്ലേ? എത്ര വയസ്സിലാണ് നമ്മൾ കുട്ടികളെ സിറ്റിംഗ് അറേഞ്ച് ചെയ്യുന്നത്? 4 ടൈപ്സ് എന്നൊന്ന് പറഞ്ഞ നിങ്ങള് പേര് പറഞ്ഞാൽ മതി. Height order, alphabetic order, attendance order, ranking methods. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് യൂണിഫോംസ് ആരാണ് എടുക്കുന്നത്? റഷീദയാണോ? അതെ. ഓക്കെ. ഇഷ്ടപ്പെട്ടാണോ? ആ, റീജി എടുക്കാന്ന് പറഞ്ഞു. എന്തോ റീജി എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. റഷീദ് ഓക്കെ അല്ലേ? ഓക്കെ അല്ലെങ്കിൽ റീജയ്ക്ക് കൊടുക്കാം. സൗണ്ട് കുറച്ച് പ്രശ്നമാണ്. റീജ ഓക്കെ ആണോ? ചെയ്തോളോ? ഓക്കെ, ശരി. ഗുഡ് മോർണിംഗ് എവ്രി വൺ. നമ്മളെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ യൂണിഫോം ആണ്. മാം, എനിക്കും ശബ്ദത്തിന് കുറച്ച് പ്രശ്നമുണ്ട്, പനി പിടിച്ചിരിക്കുക. അപ്പൊ കുറച്ച് അത് എല്ലാവർക്കും വൈറൽ, എല്ലാവരും സൈഡായിട്ട് എടുത്താൽ മതി. പറ്റുന്നില്ലെങ്കിൽ ടീച്ചർ എടുത്തോളാം, പ്രശ്നമില്ല. ഞാൻ ചെയ്യാം മാം. യൂണിഫോം ഒരു ഓർഗനൈസേഷന്റെ കീഴിലും അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിള് അവരുടെ ഒരു യൂണിറ്റി ആയിട്ട് എടുക്കുന്ന ഒരു ടൈപ്പ് ഓഫ് കൈൻഡ് ഓഫ് ഡ്രസ്സിംഗ് ആണ് നമ്മൾ യൂണിഫോം എന്ന് പ്രധാനമായിട്ട് പറയാം. അത് ഓർഗനൈസേഷന്റെ കീഴിലായാലും മെയിൻ ആയിട്ട് സ്കൂളുകളിലാണ് യൂണിഫോം ഒരേ ടൈപ്പ് ഓഫ് ഡ്രസ്സ് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത് സ്കൂളുകളിലാണ്. To bring the uniform are used. Pinner forms and slacks are the uniform for the girls. പിന്നർ ഫോംസ് അറിയാം നമുക്ക്. ഈ ചെറിയ പിള്ളേരൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് ഇടുന്ന കാണാം, ഫുള്ള് കവർ ചെയ്തിട്ടുള്ളത്, ഉള്ളിൽ എന്തെങ്കിലും ചെറിയ സാധനങ്ങൾ ഇട്ടിട്ടുള്ള പിന്നർ ഫോംസ്. ആ പിന്നർ ഫോംസ് ഗേൾസിനും. സ്ലാക്സ് എന്ന് പറഞ്ഞ ടൈപ്പ് ഓഫ് പാൻസിനാണ് സ്ലാക്സ് എന്ന് പറയുന്നത്. അത് പൊതുവായിട്ട് ഗേൾസ് ഉപയോഗിക്കും, ബോയ്സ് ഉപയോഗിക്കും. അപ്പൊ പിന്നർ ഫോംസ് ആൻഡ് സ്ലാക്സ് ആർ ദ യൂണിഫോം ഫോർ ദ ഗേൾസ്. ഹാഫ് പാൻസ് ആൻഡ് are given for boys. ഹാഫ് പാൻസും സ്ലാക്സും ആണ്
ബോയ്സ് ഉപയോഗിക്കുന്നത്. കർച്ചീഫ്സ് ആൻഡ് റിബൺസ് ആർ ഓൾസോ ഗിവൺ വിത്ത് യൂണിഫോം. നമുക്കറിയാം ഇപ്പം എല്ലാ സ്കൂളുകളിലും കർച്ചീഫും റിബണും ഒക്കെ മസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഈ കർച്ചീഫ് ഉപയോഗിക്കുന്നതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്താണെന്നറിയോ? കുട്ടികൾക്ക് ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പകർച്ച, ഈ ജലദോഷം പോലത്തെ സംഭവങ്ങൾ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാനും, പിന്നെ ഫുഡ് കഴിക്കുമ്പം അവിടെ ഇവിടെയൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം മിക്ക സ്കൂളുകളും കർച്ചീഫ് മസ്റ്റ് ആയിട്ടുണ്ട്. കർച്ചീഫും റിബണും ഇപ്പം യൂണിഫോമിന്റെ കൂടെ കൊടുക്കുന്നുണ്ട്. ടൈ ആൻഡ് ഷൂസ് ആർ നോട്ട് നെസസറി ഇൻ വാം കൺട്രീസ് ലൈക്ക് ഇന്ത്യ. ടൈയും ഷൂസും ഇന്ത്യയെ പോലുള്ള ചൂടുള്ള രാജ്യങ്ങൾ അത്ര ഇമ്പോർട്ടൻസ് അല്ല. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടൈ ഇട്ടിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് കുറച്ചും കൂടെ ടൈറ്റ് ആയിരിക്കും ഡ്രസ്സ് എല്ലാം. അപ്പം അവർക്ക് കൂടുതൽ ചൂടെടുക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഷൂസ് ഇട്ടിട്ടുണ്ടെങ്കിലും ചില പിള്ളേർക്ക് ഈ കാലിന് ചൂട് കൂടിക്കഴിഞ്ഞാൽ അതിന്റെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ ഇന്ത്യയെ പോലുള്ള ഒരു ചൂടുള്ള രാജ്യങ്ങളിൽ ടൈയും ഷൂസും ഒന്നും അത്ര ഇമ്പോർട്ടന്റ് അല്ല. സം ടൈംസ് ഇറ്റ് ഈസ് ബാഡ് ഫോർ സ്റ്റുഡൻസ്. ചില സമയങ്ങളിൽ സ്റ്റുഡൻസിന് വളരെ ബാഡായിട്ട് എഫക്ട് ചെയ്യാറുണ്ട്. വി ആർ ഹെൽപ്പിംഗ് വൺ ഓൺ ദ യൂണിഫോംസ് വി ഷുഡ് തിങ്ക് അബൌട്ട് ദ ഹെൽത്ത് കണ്ടീഷൻ ഓഫ് ദ ചിൽഡ്രൻ. നമ്മൾ ഒരു കുട്ടിക്ക് ഒരു യൂണിഫോം പ്രിഫർ ചെയ്യുമ്പം ആ കുട്ടിയുടെ ഹെൽത്ത് കണ്ടീഷനും കൂടെ നോക്കിയിട്ട് വേണം ആ യൂണിഫോം കൊടുക്കാൻ. കാരണം ചില പിള്ളേർക്ക് ഷൂസ് ഒക്കെ ഇടുമ്പം, സോക്സ് ഒക്കെ ഇടുമ്പം കാലിന് ചിലപ്പോൾ അലർജി പോലുള്ള കാര്യങ്ങൾ അങ്ങനെ വരാറുണ്ട്. അപ്പം വേറെ എന്തെങ്കിലും മെറ്റീരിയലിന്റെ എന്തെങ്കിലും പ്രശ്നമായിട്ട് വരാറുണ്ട്. അപ്പം അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ അങ്ങനത്തെ യൂണിഫോംസ് കൊടുക്കാൻ. The uniforms of the children's, the teacher is only liable to answer if any one of the children is not wearing the uniform in the class. ഒരു ക്ലാസ്സിൽ ഒരു യൂണിഫോം ഇട്ടിട്ടില്ലെങ്കിൽ അതിന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് അതിന് ആൻസർ കൊടുക്കേണ്ടത് ടീച്ചർ ആയിരിക്കും. ആ കുട്ടി എന്തുകൊണ്ടാണ് ആ യൂണിഫോം ധരിക്കാത്തത്, അതിനെന്താ കാരണം എന്നുള്ള ഒരു ആൻസർ കൊടുക്കേണ്ടത് ആ ക്ലാസ് ആരുടെ ക്ലാസ് ആണോ അത്, അപ്പൊ ആ ടീച്ചറാണ് അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. ദ കണ്ടെയ്ൻ കർച്ചീഫ് ആൻഡ്, അത് മാത്രമല്ല, എബൌട്ട് ദ കണ്ടെയ്ൻസ് കർച്ചീഫ് ആൻഡ് റിബൺസ് ഓൾസോ ഇൻ ദ യൂണിഫോം. കർച്ചീഫും റിബണും ഈ യൂണിഫോമിന്റെ കൂടെ തന്നെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട്, അപ്പൊ അതിന്റെയും ഒരു മെയിൻ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ലെങ്കിൽ അതിന്റെ റീസൺ പറയേണ്ടത് ടീച്ചർ ആയിരിക്കും. About taking care of belongings of the children's like tiffin box, chappals, bag, water can, pencil box, slate, etc. പിന്നെ കുട്ടികളുടെ ബിലോങ്സ് ആയിട്ടുള്ള ടിഫിൻ ബോക്സ്, ചെപ്പൽസ്, ബാഗ്, വാട്ടർ ക്യാന്, പെൻസിൽ ബോക്സ്, സ്ലേറ്റ്, അതിന്റെയൊക്കെ ഉപയോഗം കുട്ടികൾ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു, അത് എങ്ങനെ സെറ്റാക്കി വെക്കുന്നു, അതെല്ലാം ടീച്ചറുടെ മേൽനോട്ടത്തിലായിരിക്കും നടക്കുക. About the badges, tie, belt and new method of the identity card. ബാഡ്ജസ്, യൂണിഫോമിന്റെ കൂടെ ബാഡ്ജസ് ധരിക്കാറുണ്ട്, ടൈ ധരിക്കാറുണ്ട്, ബെൽറ്റ് ആൻഡ് ന്യൂ മെത്തേഡ് ഓഫ് പിന്നിങ് ദ ഐഡന്റിറ്റി കാർഡ്. ഇപ്പൊ എല്ലാ സ്കൂളിലും ഐഡന്റിറ്റി കാർഡ് നിർബന്ധമായിട്ടുണ്ട്. ഇപ്പൊ ചില സ്കൂളുകൾ ഐഡന്റിറ്റി കാർഡ് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ അതിന്റെ കാരണവും അത് ഏത് സ്കൂളാന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടും അത് എന്തുകൊണ്ടാണ് ഇടാത്തതെന്ന് അറിയാൻ വേണ്ടിയിട്ടൊക്കെ ടീച്ചറാണ് അതിന്റെ ഉത്തരവാദിയായിട്ട് വരിക. അപ്പൊ അത് എന്തുകൊണ്ട് അത് ധരിച്ചിട്ടില്ല എന്ന് ഉള്ള ഉത്തരം പറയേണ്ടതും ടീച്ചറായിരിക്കും. About drawback of shoes. ഷൂസ് ധരിക്കുന്നതിനുള്ള ദോഷഫലങ്ങളും, കുട്ടിക്ക് എന്തെങ്കിലും ഷൂസ് ധരിച്ചിട്ട് അലർജി കാര്യങ്ങൾ അങ്ങനെ എന്തൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെയും ഉത്തരം പറയേണ്ട ആള് ടീച്ചറായിരിക്കും. About the late comers are two types of the About the late comers, there are two types of late comers. ക്ലാസ്സിൽ മെയിൻ ആയിട്ടും രണ്ട് ടൈപ്പ് ഓഫ് കുട്ടികൾ വരുന്നുണ്ട്. അതായത് ലേറ്റ് കമേഴ്സ്, റെഗുലർ ആയിട്ട് ലേറ്റ് ആയിട്ട് വരുന്ന ആൾക്കാരുണ്ട്, ഒക്കേഷണലി ചില പ്രത്യേക ദിവസങ്ങളിൽ ലേറ്റ് ആയിട്ട് വരുന്ന കുട്ടികളും ഉണ്ട്. അപ്പൊ അത് വരുന്നതിന്റെ കാരണം ടീച്ചറുടെ റെസ്പോൺസിബിലിറ്റി ആയിരിക്കും ഉണ്ടാവുക. അബൌട്ട് ടിയറിംഗ് അപ്പ് ദ ബുക്സ് ആൻഡ് നോട്ട് ബുക്സ്. ഈ നോട്ട് ബുക്കുകളും ടെക്സ്റ്റ് ബുക്കുകളെല്ലാം കീറിപ്പറിച്ച് കളയുന്നതിന്റെ ഉത്തരവാദിത്വം ടീച്ചർ മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. അതിന്റെ കാരണം ടീച്ചർ തന്നെ പറയേണ്ടി വരും. About missing the loosely paper, pencil and slate pencil, many of the parents are angry with the children, often ask their parents to buy the pencil. Sometimes they put the responsibility on the teachers and blame them. ചില സമയത്ത് കുട്ടികൾ ദിവസവും സ്കൂളിൽ പോയിട്ട് പെൻസിൽ കളയുന്നു, റബ്ബർ കളയുന്നു. അപ്പം ആദ്യമൊക്കെ പാരന്റ്സ് അത്ര ഇതായിട്ടില്ലെങ്കിലും അതൊരു സ്ഥിരം പരിപാടിയാകുമ്പം അത് പാരന്റ്സ് മെയിൻ ആയിട്ടും ടീച്ചേഴ്സിനോടായിരിക്കും ചോദിക്കുക. അപ്പൊ അതിന്റെ ഉത്തരവാദിത്വം ടീച്ചർ ഏറ്റെടുക്കേണ്ടി വരും. About getting ലീവ് ലെറ്റർ ഫ്രം ദ ചിൽഡ്രൻ. അപ്പൊ ചില പിള്ളേർ ആബ്സെന്റ് ആയിട്ടുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ് ആബ്സെന്റ് ആയത്, അതിന്റെ റീസണും ടീച്ചർ ലീവ് ലെറ്ററിന്റെ രൂപത്തിൽ എഴുതി വാങ്ങണം. അപ്പൊ ഒരു യൂണിഫോം എന്ന് പറയുമ്പോൾ ആ ഒരു കുട്ടികളുടെ യൂണിറ്റി മാത്രമല്ല, ടീച്ചർ ആ കുട്ടികൾക്ക് വേണ്ടി ചെയ്യേണ്ട എല്ലാ റെസ്പോൺസിബിലിറ്റിയും കൂടെ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഓക്കെ മാം. Okay, very good.
ക്ലിയർ ആണോ നിങ്ങൾക്ക്? Yes, വായിച്ചു ma'am. കേട്ടോ, സിമ്പിൾ ആണത്. യെസ്. ഇനി നമുക്ക് ലാസ്റ്റ് ഒരു ക്ലാസ് റൂം ടൈപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. ജപ്പാനീസ് ടൈപ്പ് ഓഫ് സ്പെഷ്യൽ ക്ലാസ്, ഹീറോ ഓർ ഹീറോയിൻ മേക്കിംഗ് ക്ലാസ്. To bring out individual talent, a period in a day is shared to student of the class. Likewise, this chance is given to every student. He or she is declared as a hero or heroine of the day. ജപ്പാനിലുള്ള ഒരു പുതിയൊരു സിസ്റ്റം ആണ്, പുതിയല്ല, അവിടെ കുറച്ച് നാളുകളായിട്ട് സ്കൂളുകളിൽ കണ്ടക്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം ആണ്. എന്ത്? ഒരു പീരീഡ്, ദിവസത്തിൽ ഒരു പീരീഡ് ഓരോ കുട്ടികൾക്കും, അതായത് ആ ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി എന്ന നിലയിൽ ഒരു പീരീഡ് അവർക്ക് വേണ്ടി ഷെയർ ചെയ്യണം. അതായത് അവരുടെ സ്കിൽസ് അല്ലെങ്കിൽ അവരുടെ എബിലിറ്റീസ് ഒക്കെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് വേണ്ട ഒരു പീരീഡ് കൊടുക്കുകയാണ്. ദെൻ ആ ഒരു ദിവസം അവർ അറിയപ്പെടുന്നത് എന്തായിട്ടാണ് അറിയപ്പെടുന്നത്? Hero or heroine. ഹീറോ അല്ലെങ്കിൽ ഹീറോയിൻ എന്ന രീതിയിലാണ് അവരന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, യെസ്. അപ്പൊ ഒരു പീരീഡ്, ദിവസത്തിൽ ഒരു പീരീഡ് അവരുടെ ടാലന്റ് വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർക്ക് എന്തൊക്കെ ടാലന്റ്സ് ഉണ്ട് അതൊക്കെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് സ്കൂള് അവസരം കൊടുക്കുകയാണ്. അല്ലെ, വളരെ നല്ലൊരു കാര്യമാണ്. ഒരു കുട്ടിക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു പീരീഡ് കൊടുക്കുക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ വീക്ക് ബൈ വീക്ക് ആയിട്ട് ഇങ്ങനെ ഓരോ കുട്ടികളെ മാറി മാറി ചെയ്തുകൊണ്ടിരിക്കും. യെസ്. അപ്പൊ ഇത്രയും ഇവിടെ കൊടുത്തിട്ടുള്ളൂ. പക്ഷെ ഇത് എങ്ങനെയുള്ള ഒരു കുട്ടികൾക്കാണ് നമ്മൾ കൊടുക്കുന്നതെന്ന് നിങ്ങൾ ചോദിച്ചില്ലല്ലോ. എങ്ങനെയുള്ള കുട്ടികൾക്കായിരിക്കും ഇത്? ഡിസബിലിറ്റി. ഡിസബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയാണ് അല്ലെ. അപ്പൊ ടീച്ചർ പറയുന്ന കാര്യം ഒന്ന് നോട്ട് ചെയ്യാം കേട്ടോ. എല്ലാവരും കയ്യിൽ പേനയുണ്ടോ? ഓക്കെ, എഴുതിക്കോളൂ കേട്ടോ. Japan has a system called special needs education. Japan has a system called special needs education. ഇത് ഇൻവെർട്ടഡ് കോമയിൽ ഉണ്ട് കേട്ടോ. സ്പെഷ്യൽ നീഡ്സ് എഡ്യൂക്കേഷൻ. To support students with physical or mental disabilities, comma, ഒരു കോമ ഇടാം കേട്ടോ. comma, aiming to foster, aiming, AIMING, aiming to foster their self-reliance, RELAINES, self-reliance and social participation. Self-reliance and social participation. Self-reliance and social participation. ഒന്നുകൂടി പറയാം കേട്ടോ. Japan has a system called special education to support students with physical or mental disabilities, aiming to foster their self-reliance and social participation. ഓക്കെ, ഒന്ന് മനസ്സിലായതെന്ന് പറഞ്ഞേ നിങ്ങള്. കേൾക്കുന്നില്ലേ? ഹലോ, കേൾക്കുന്നുണ്ട്. എന്താണ് ജപ്പാൻ സ്പെഷ്യൽ ക്ലാസ് എന്ന് പറയുന്നത്? ജപ്പാൻ ടൈപ്പ് ഓഫ് സ്പെഷ്യൽ ക്ലാസ് എന്ന് പറയുന്നത് എങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്? പറയൂ. ഫിസിക്കലി ഓർ മെന്റലി ഡിസേബിൾഡ് ആയ കുട്ടികൾക്ക് വേണ്ടിയിട്ട്.
കുട്ടികൾക്ക് വേണ്ടിയിട്ട് ജപ്പാനില് അവരെ കൊണ്ടുവന്ന support സിസ്റ്റമാണ് സ്പെഷ്യൽ നീഡ്സ് എഡ്യൂക്കേഷൻ. അവരുടെ എന്ത് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത്? സെൽഫ് റിലയൻസ് ആൻഡ് സോഷ്യൽ പാർട്ടിസിപ്പേഷൻ. യെസ്, അവരുടെ സ്വയം പര്യാപ്തത നേടുന്ന അല്ലെങ്കിൽ സമൂഹത്തിലായാലും സൊസൈറ്റിനോട് ഒരു പാർട്ടിസിപ്പേഷൻ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് അവർക്ക് ഇത്തരത്തിലുള്ള ഒരു ക്ലാസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെ. വളരെ നല്ലൊരു സിസ്റ്റം ആണ് അല്ലെ. നമ്മുടെ കേരളത്തിൽ അതൊക്കെ വരുവാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആണ്. പക്ഷെ ഇങ്ങനെ ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് പ്രോഗ്രാംസിലുള്ള ക്ലാസ്സുകൾ ഉണ്ടെങ്കിലും ഇതേപോലെ ഓരോരുത്തർക്ക് വേണ്ടിയിട്ടായിട്ട് സ്പെൻഡ് ചെയ്യുന്നില്ല അല്ലെ. ഓരോ ഇൻഡിവിജ്വൽസിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പെൻഡിങ് ടൈം അങ്ങനെ ഒരു പീരീഡ് ആരും നമ്മുടെ കേരളത്തിൽ അങ്ങനത്തെ ക്ലാസ്സുകൾ നമ്മൾ കണ്ടിട്ടില്ല. ഓക്കെ, യെസ്. അപ്പോ ഇത് ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾക്ക് പഠിക്കണം. ജപ്പാനീസ് ടൈപ്പ് ഓഫ് ക്ലാസ് റൂം എന്താണെന്നുള്ളത് പഠിച്ചു വെക്കണം കേട്ടോ. ക്ലിയർ ആണോ അത്? ക്ലിയർ ആണോ? യെസ്. ഇനി ഏത് ചാപ്റ്റർ ആണ് ഇനി എടുക്കാനുള്ളത് നിങ്ങൾക്ക്? യൂണിറ്റ് 7 എടുത്തിട്ടുണ്ടോ? നോ മാം, എടുത്തിട്ടില്ല. ഇനി 6 തുടങ്ങി അങ്ങോട്ട് എടുത്തിട്ടില്ല. ഇവിടെ വരെ 5 വരെയല്ലേ എടുത്തിരിക്കുന്നത്? അവിടെ വരെ എടുത്തിരിക്കുന്നത് 5 വരെ മാം. 5 വരെ എടുത്ത് കംപ്ലീറ്റഡ് ആണ് അല്ലേ? ആണോ? നിങ്ങൾ ഞാൻ വേറൊരു കാര്യം കൂടി പറയട്ടെ. കേൾക്കുന്നുണ്ടോ എല്ലാവരും? യെസ് മാം, കേൾക്കുന്നുണ്ട്. നിങ്ങൾ ഓരോ ടീച്ചേഴ്സ് ക്ലാസ് എടുക്കാൻ കയറുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒരു നോട്ട്ബുക്കിൽ എഴുതി വെക്കുന്നത് നല്ലതായിരിക്കും. ഏതൊക്കെ ടീച്ചേഴ്സ് ഏതൊക്കെ പോർഷൻസ് ആണ് എടുക്കുന്നത്. ടീച്ചർമാരുടെ പേര് എഴുതാം, അത് ഏത് പോർഷൻ ആണ് ഏത് യൂണിറ്റ് ആണെന്ന് എഴുതി. പോർഷൻ മാത്രം എഴുതി പോയാൽ മതി, യൂണിറ്റ് ഏതാന്ന് മാത്രം എഴുതി ഒന്ന് പോയാൽ മതി. അപ്പൊ നിങ്ങൾക്ക് ഒരാൾ കൺഫ്യൂഷൻ ഇല്ല, നിങ്ങൾ മാറിക്കോളും. എല്ലാവർക്കും ചിലർക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും ആരൊക്കെ എന്തൊക്കെ എടുക്കണമെന്നൊരു പിടിപാട് ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ളവരൊന്നതൊന്ന് എഴുതി പോയാൽ കുറച്ചുകൂടി നല്ലതായിരിക്കുള്ളൂ. പിന്നെ നമ്മൾ മോക്ക് ടെസ്റ്റിന് ഇടുന്ന ക്വസ്റ്റ്യൻസുകള് സ്ട്രക്ചർ ഓഫ് ദ ക്ലാസ് റൂമിൽ ഇന്നിപ്പോ ഇടും. മോക്ക് ടെസ്റ്റിന് എടുക്കുന്ന ക്വസ്റ്റ്യൻസുകൾ അന്ന് തന്നെ പഠിച്ചു പോയിക്കോളൂ കേട്ടോ. ലാസ്റ്റത്തേക്ക് നിങ്ങൾ ആരും വെക്കണ്ട. കാരണം എക്സാം ഒക്കെ ഇപ്പൊ പെട്ടെന്ന് എക്സാം ആയിരിക്കുള്ളൂ. ഓക്കെ, അപ്പൊ അതങ്ങ് പഠിച്ച് പെട്ടെന്ന് പോയിക്കോളൂ. അല്ലെങ്കിൽ ലാസ്റ്റത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടെ ഒരുമിച്ച് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുള്ളൂ. ഓക്കെ, അപ്പൊ എടുക്കുന്ന ഭാഗങ്ങൾ എവിടെയാന്ന് അല്ലെങ്കിൽ ഒരു ചാപ്റ്റർ തീരുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് തരാറില്ല. അത് അന്ന് തന്നെ പഠിച്ചു വെച്ചോളൂ. ഓക്കെ, എന്നിട്ട് ഇടയ്ക്ക് അതൊന്ന് റിവൈസ് ചെയ്താൽ മതി, അപ്പൊ മാറിപ്പോകില്ല. പിന്നെ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ മോക്ക് ടെസ്റ്റിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് എടുക്കുന്ന സമയത്തൊക്കെ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ കണ്ടു കഴിഞ്ഞാല് ആ ടീച്ചേഴ്സ് ക്ലാസ്സിൽ കയറുന്ന സമയത്ത് നിങ്ങൾ നേരെ ചോദിക്കുക കേട്ടോ. മോക്ക് ടെസ്റ്റിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് കാണുകയാണെങ്കിൽ അതൊരിക്കലും നിങ്ങളത് അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഇവിടെ ഓഫീസിലേക്കും ഡിപ്പാർട്ട്മെന്റിലേക്കും അയച്ചിട്ടുള്ള അങ്ങനെ അത് വേണ്ട. അതും ടീച്ചറിനോട് ചോദിക്കാം. നമ്മൾ തമ്മിലല്ലേ പഠിക്കുന്നത്, നമ്മൾ തമ്മിലല്ലേ ഇന്ററാക്ഷൻ വരുന്നത്. മറ്റുള്ള ക്ലാസ്സുകളിൽ സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങളോട് അഡ്വാൻസ് ആയിട്ട് പറയുന്നതാണ് കേട്ടോ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ കണ്ടു കഴിഞ്ഞാൽ ആ ടീച്ചർ നെക്സ്റ്റ് ക്ലാസ്സിൽ കയറുമല്ലോ നിങ്ങളുടെ. ആ സമയത്ത് ടീച്ചറിനോട് പറയാം, ടീച്ചർ ഇന്ന ക്വസ്റ്റ്യനിൽ നമ്മളിങ്ങനെ മിസ്റ്റേക്ക് കണ്ടു എന്ന് നേരിട്ട് പറയാം കേട്ടോ. ഓക്കെ, അതല്ലേ നല്ല കാര്യം. അല്ലാതെ അങ്ങനെ പറഞ്ഞ് അത് ഓഫീസിലേക്ക് അയച്ച് സ്ക്രീൻഷോട്ട് ഒക്കെ എടുത്ത് കൊടുക്കുമ്പോൾ അത് വേറെ പ്രശ്നങ്ങളിലേക്ക് അത് പോകും. ഓക്കെ, യെസ്. അപ്പോൾ നമ്മുടെ ക്ലാസ്സിലുള്ളത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്താൽ മതി, മറ്റുള്ളവരെ അറിയിക്കരുത്. അറിയിക്കേണ്ട മീൻസ് വലിയ തെറ്റുകളൊക്കെ ആണെങ്കിൽ നമുക്കത് ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ എന്തായാലും അറിയിക്കും. അല്ലാത്ത പക്ഷെ ചെറിയ മിസ്റ്റേക്കുകളാണ്. ഇപ്പൊ നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടോ, ഇപ്പൊ പ്രേയറിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ബെനിഫിറ്റ് ഓഫ് പ്രേയർ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് കമ്മ്യൂണിറ്റി ബോണ്ട് ഉണ്ടാക്കുന്നു എന്നാണ് അതിന്റെ ആൻസർ അല്ലെ, അല്ലെങ്കിൽ ഒരു യൂണിറ്റി ഉണ്ടാക്കുന്നു എന്നാണ് അതിന്റെ ആൻസർ. പക്ഷെ അതില് ചിലപ്പോ എന്താണ് ആൻസർ വന്നിരിക്കുന്നത് എന്താണ് മെന്റൽ പീസ് ഡിക്രീസ് ചെയ്യുന്നു എന്നുള്ള ആൻസറിലായിരിക്കും ചിലപ്പോൾ ടിക്ക് വന്നേക്കണം. നമ്മുടെ സിസ്റ്റത്തിലുള്ളതുകൊണ്ട് ചിലപ്പോൾ അവർ നോട്ട്സ് ഒക്കെ അയക്കുന്ന സമയത്ത് ചിലപ്പോൾ ടിക്ക് എ എന്നുള്ളത് ബി ആയി പോവാം, ബി എന്നുള്ളത് സി ആയി പോവാം. അങ്ങനെ മാറി ഇറേഴ്സ് സംഭവിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ അറിയാൻ പറ്റുമല്ലോ. പക്ഷെ നമുക്ക് കോമൺ സെൻസ് വെച്ച് ചില ആൻസേഴ്സ് കൃത്യമായിട്ട് അറിയാൻ പറ്റും അല്ലെ. കമ്മ്യൂണിറ്റി പ്രയറിന്റെ ബെനിഫിറ്റ് എന്താണ്? നമുക്കൊരു യൂണിറ്റി ഉണ്ടാക്കാം, കമ്മ്യൂണിറ്റിയിലെ ഒരു യൂണിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിന്റെ ആൻസർ എന്ന് നമുക്ക് വായിച്ചറിയാൻ പറ്റില്ല. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കണ്ട് വായിച്ചാൽ അത്ര മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ അല്ലേ? ഉണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ തെറ്റുള്ളത് ആരാണ്? നമ്മുടെ ക്ലാസ്സിലെ ടീച്ചർ ഞങ്ങൾ ഇങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ടാവില്ല, അവരാണ് നോട്ട്സ് അയക്കുന്നത്, നമ്മൾ എഴുതി കൊടുത്തിട്ടുണ്ടാവും. ചിലപ്പോൾ അവരെ എന്നുള്ളത് ടിക്ക് ഇട്ടിട്ടായിരിക്കും ചിലപ്പോൾ അയച്ചു പോണത്. ഒരുപാട് ക്ലാസ്സിലേക്ക് നോട്ട്സുകൾ അയക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ നമുക്ക് എല്ലാം ഇത് ഹ്യൂമൻ റിസോഴ്സസ് ചെയ്യുന്നതുകൊണ്ട്, മാൻ പവർ ചെയ്യുന്നതുകൊണ്ട് കുറേയൊക്കെ മിസ്റ്റേക്സുകൾ വരാറുണ്ട് അല്ലെ. അങ്ങനെ ആവുമ്പോൾ നേരിട്ട് പറഞ്ഞാൽ മതി കേട്ടോ, അതായിരിക്കും നല്ലത്.
നമ്മൾ മാത്രം അറിയുള്ളൂ. പിറ്റേ ദിവസം എനിക്കത് അവരോട് പോയി പറഞ്ഞു അപ്പൊ തന്നെ തിരുത്തി നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടൊരു നോട്ട് അയക്കാൻ പറ്റും. ഇൻ കേസ് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ, മാക്സിമം നമ്മൾ മിസ്റ്റേക്ക് വരാതെ നോക്കുന്നുണ്ടെങ്കിലും വന്നാലുള്ള കാര്യമാണ് പറഞ്ഞത് കേട്ടോ. അപ്പൊ അങ്ങനെ ചെയ്യണം. അപ്പൊ എന്റെ ഒരു റിക്വസ്റ്റ് ആയിട്ട് തന്നെ എടുക്കണം നിങ്ങൾ. ഓക്കെ, എല്ലാ ടീച്ചേഴ്സ്, ഇപ്പൊ ഞാൻ മാത്രമല്ല മറ്റേത് ടീച്ചറാണെങ്കിലും ടീച്ചർ വരുമ്പോ പറയാം ടീച്ചർ ആ ക്വസ്റ്റ്യൻ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു, ഇത് തന്നെയല്ല ആൻസർ എന്ന് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അല്ലെ. ഓക്കെ, അപ്പൊ അത് പറയാം. അപ്പൊ അങ്ങനെ ഡിസ്കസ് ചെയ്ത് പോകാൻ വല്ല പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ഓക്കെ ആണല്ലോ? കാര്യം മനസ്സിലായില്ലേ നിങ്ങൾക്ക്? മാം, പിള്ളേർക്കായിരിക്കും അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവുക. കാരണം അവർക്ക് അവരുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ അവർ ക്ലാസ് കയറുന്നില്ലല്ലോ. അപ്പം പ്രശ്നം റെക്കോർഡ് കാര്യം ഭയങ്കര പ്രശ്നമാണ്. കാരണം ഭയങ്കര പ്രശ്നം എന്ന് വെച്ചാൽ അവർക്ക് ഇതേപോലെ നമ്മളോട് ഇന്ററാക്ട് ചെയ്ത് അപ്പൊ ചോദിക്കാൻ പറ്റില്ല അല്ലെ. നിങ്ങൾക്ക് പെട്ടെന്ന് ചോദിക്കാൻ പറ്റും, പക്ഷെ അവരുടെ അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ് അവർക്ക്. ശരിക്കും പറഞ്ഞാൽ അതൊരു പോരായ്മയാണ്. പോരായ്മ മീൻസ് അവർക്ക് അപ്പൊ ഒരു ഫെസിലിറ്റി എന്നുള്ളത് നേരെ ഇവിടെ ചോദിക്കാന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അങ്ങനെ മാത്രമുള്ളടോ ലൈവിൽ കാണുന്ന കുട്ടികളും അങ്ങനെ ചെയ്യുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ലൈവിൽ കയറുന്ന കുട്ടികളും അങ്ങനെ ചിലവർ ചെയ്യുന്നുണ്ട്. നേരെ നമ്മളോട് ചോദിച്ചാൽ മതി, നേരെ ചോദിക്കാതെ ഇങ്ങനെ ഓഫീസിലേക്ക് അറിയിക്കുമ്പോഴാണ് അപ്പോ അതൊരു ബുദ്ധിമുട്ടായി മാറുന്നത്. നിങ്ങൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. എന്തുണ്ടെങ്കിലും ക്വസ്റ്റ്യൻസ് 2-3 പ്രാവശ്യം വായിച്ചു വെക്കുക. മിസ്റ്റേക്ക് കണ്ട ക്ലാസ്സിൽ മറ്റു ടീച്ചർ കയറുന്ന സമയത്ത് പറയാം. ഓക്കെ, നമുക്ക് യൂണിറ്റ് 7 എടുക്കാം. പ്രോഗ്രാംസ് ഫോർ ഡെവലപ്പിംഗ് വാല്യൂസ് ഓഫ് വേരിയസ് കൈൻഡ്. എന്താണ് വാല്യൂസ് എന്ന് പറയുന്നത്? വാല്യൂസ് മൂല്യങ്ങളാണ്. എന്തൊക്കെ മൂല്യങ്ങൾ നിങ്ങൾക്ക് അറിയാം? എന്തൊക്കെ മൂല്യങ്ങളുണ്ട്? നമ്മുടെ ലോകത്ത് എന്തൊക്കെ മൂല്യങ്ങളുണ്ട്? മുതിർന്ന ആൾക്കാരെ കുറച്ച് റെസ്പെക്ട് ചെയ്യുക, പിന്നെ അവരവരുടെ കാര്യത്തിലെല്ലാം കുറച്ച് നീറ്റായിട്ട് ഇരിക്കുക, സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടാവുക. ഇതൊക്കെയാണോ മൂല്യങ്ങള്? ഓക്കെ, നിങ്ങളുടെ അഭിപ്രായം. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, സ്നേഹം, കരുണ, ദയ, ഇതൊന്നും മൂല്യങ്ങളല്ലേ? അനുകമ്പ, സിമ്പത്തി, എമ്പത്തി, ഇതൊക്കെ പ്രോപ്പർലി ചെയ്യുന്ന ആൾക്കാർക്ക് മെയിൻ ആയിട്ട് അതൊക്കെ ബേസ് ആയിട്ട് ഉണ്ടാവും മാം. യെസ്, ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ചാപ്റ്ററിന്റെ പേരെന്താണ്? പ്രോഗ്രാംസ് ഫോർ ഡെവലപ്പിംഗ് വാല്യൂസ് ഓഫ് വേരിയസ് കൈൻഡ്. അതായത് നമുക്ക് വിവിധ തരത്തിലുള്ള മൂല്യങ്ങൾ വികസിപ്പിക്കുന്നതിന് തരത്തിൽ നമുക്ക് എന്തൊക്കെ പ്രോഗ്രാംസുകൾ കണ്ടക്ട് ചെയ്യാൻ പറ്റും. അതായത് വിവിധ തരത്തിലുള്ള മൂല്യങ്ങൾ വികസിപ്പിക്കുന്ന പരിപാടികൾ എന്തൊക്കെയാണ്? ഇതില് 5-6 പരിപാടികൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഏതൊക്കെയാണെന്ന്? കമ്മ്യൂണിറ്റി പ്രയർ, ഹെൽത്ത് ആൻഡ് ക്ലീൻനെസ് പ്രോഗ്രാം, സോഷ്യലി യൂസ്ഫുൾ പ്രൊഡക്റ്റീവ് വർക്ക്, സ്പെഷ്യൽ ക്ലാസ് റൂം സിറ്റുവേഷൻസ്, കൾച്ചറൽ റീക്രിയേഷൻ ആക്ടിവിറ്റീസ്, സിറ്റിസൺഷിപ്പ് ട്രെയിനിങ് പ്രോഗ്രാം ആൻഡ് സോഷ്യൽ സർവീസ് പ്രോഗ്രാം. നല്ലൊരു ചാപ്റ്റർ ആണ് കേട്ടോ. ഫസ്റ്റ് വൺ, ഒരു ഇൻട്രൊഡക്ഷൻ ഭാഗം നമുക്ക് നോക്കാം. എന്താണ്? ഡോക്ടർ M.T. Ramji in his book Value Oriented in School Education has suggested a number of measures of incubation of values. A number of school programs should be organized regularly so that they may be effective for the betterment of values among the people. Desirable attitude and skills are to be developed through correct curricular and co-curricular activities. Some of the important programs that could be undertaken in school for the purpose are listed below. ഇവിടെ ഡോക്ടർ M.T. Ramji അദ്ദേഹം തന്റെ പുസ്തകത്തില്, ഹിസ്റ്റോറിയൻ ആണ് അദ്ദേഹം തന്റെ പുസ്തകത്തില് എന്തിനെ കുറിച്ചിട്ടാണ് സൂചിപ്പിച്ചിരിക്കുന്നത്? അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേര് അവിടെ പറയുന്നുണ്ട്. അതായത് മൂല്യബോധമുള്ള വാല്യൂ ഓറിയന്റഡ് സ്കൂൾ എഡ്യൂക്കേഷൻ. എന്താണ്? മൂല്യബോധമുള്ള സ്കൂൾ വിദ്യാഭ്യാസം എന്ന പുസ്തകത്തില്, വാല്യൂ ഓറിയന്റഡ് സ്കൂൾ എഡ്യൂക്കേഷൻ എന്ന പുസ്തകത്തിൽ അദ്ദേഹം എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്? സജസ്റ്റഡ് എ നമ്പർ ഓഫ് മെഷേഴ്സ് ഓഫ് ഇൻക്യുക്കേഷൻ ഓഫ് വാല്യൂസ്. എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്? അതായത് മൂല്യങ്ങൾ വികസിപ്പിക്കുന്നതിന് തരത്തിലുള്ള കുറെ മെഷേഴ്സുകൾ. മെഷേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? മെഷേഴ്സ്, മെഷറുകൾ, വാല്യൂസ് അല്ലെങ്കിൽ മൂല്യങ്ങൾ വികസിപ്പിക്കുന്നതിനുള്ള കുറെ പരിപാടികളെ കുറിച്ചിട്ട് അല്ലെങ്കിൽ വാല്യൂസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന പരിപാടികളെ കുറിച്ചിട്ടാണ് അദ്ദേഹം തന്റെ പുസ്തകത്തില് സൂചിപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേരെന്താണ്? വാല്യൂ ഓറിയന്റഡ് സ്കൂൾ എഡ്യൂക്കേഷൻ. ഓക്കെ, അതൊന്ന് അണ്ടർലൈൻ ചെയ്തതാട്ടോ. വാല്യൂ ഓറിയന്റഡ് സ്കൂൾ എഡ്യൂക്കേഷൻ.
ആരുടെ പുസ്തകമാണത്? ഡോക്ടർ M.T. Ramji. Okay. A number of school programs should be organized regularly so that may be effective for the betterment of values among the people. അപ്പൊ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ വാല്യൂ ഓറിയന്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസുകൾ സ്കൂളിൽ റെഗുലർ ആയിട്ട് കണ്ടക്ട് ചെയ്യുന്നത്? എന്ത് വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്? കുട്ടികളില് മൂല്യവത്തായിട്ടുള്ള ഒരു അവബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടി, അല്ലെ? ഈ വാല്യൂസിന്റെ ഇമ്പോർട്ടൻസുകൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുട്ടികളുടെ ഇടയിൽ റെഗുലർലി ആയിട്ട്, അല്ലെ, കണ്ടിന്യൂസ് ആയിട്ട് ഇത്തരത്തിലുള്ള പ്രോഗ്രാംസുകൾ, അതായത് മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് ഉയർത്തുന്ന അല്ലെങ്കിൽ മൂല്യാധിഷ്ഠിതമായിട്ടുള്ള പ്രോഗ്രാംസുകൾ കണ്ടക്ട് ചെയ്യുന്ന തരത്തിലുള്ള പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, യെസ്. ഇപ്പൊ നമുക്ക് സ്കൂളിലാണ് ഏറ്റവും കൂടുതൽ ചെയ്യാനായിട്ട് സാധിക്കുന്നത്, അല്ലെ? സ്കൂളിൽ നമുക്ക് എന്താണ് ഇത്തരത്തിലുള്ള വാല്യൂസ് ഡെവലപ്പ് ചെയ്യുന്ന പ്രോഗ്രാംസുകൾ കണ്ടക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഓരോ കുട്ടികൾക്കിടയിൽ എന്താണ് മൂല്യബോധത്തെ കുറിച്ചിട്ടുള്ള ഒരു അവബോധം സൃഷ്ടിക്കുന്നതിന്, അല്ലെ, എല്ലാ കുട്ടികളും എന്തിനെ കുറിച്ച് തിരിച്ചറിഞ്ഞിരിക്കണം? എന്താണ് വാല്യൂസ്, അല്ലെങ്കിൽ വാല്യൂസിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞിരിക്കണം. ഓക്കെ, then desirable attitude and skills are to be developed through correct curricular and co-curricular activities. നമ്മള് കുട്ടികളില് ഈ പ്രോഗ്രാംസ് ഡെവലപ്പ് ചെയ്യുന്നതിനായിട്ട് നമ്മൾ എങ്ങനെയുള്ള പരിപാടികളാണ് നമ്മളുടെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തേണ്ടത്? എങ്ങനെയുള്ള പരിപാടികളാണ് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തേണ്ടത്? എങ്ങനത്തുള്ള ആക്ടിവിറ്റീസുകളാണ് ഉൾപ്പെടുത്തേണ്ടത്? കരിക്കുലർ ആൻഡ് കോ കരിക്കുലർ. കരിക്കുലർ, കോ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് നമ്മുടെ പാഠ്യപദ്ധതിയാണ്. പാഠ്യപദ്ധതിനെയാണ് അത് എന്ത് പറയുന്നത്? കരിക്കുലർ ആൻഡ് കോ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. അത് ഈ പാഠ്യപദ്ധതിയിൽ നമ്മൾ എന്താണ് ഉൾപ്പെടുത്തേണ്ടത്? വാല്യൂസ് ഡെവലപ്പ് ചെയ്യുന്നതിനുള്ള എന്താണ് ഉൾപ്പെടുത്തേണ്ടത്? ഡിസൈറബിൾ ആറ്റിറ്റ്യൂഡ്. അതായത് കുട്ടികളിൽ അഭികാമ്യമായിട്ടുള്ള മനോഭാവവും കഴിവുകളും സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള പാഠ്യപദ്ധതികളായിരിക്കണം. മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എന്താണ്? നല്ലൊരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ നല്ല വാല്യൂസ് ഡെവലപ്പ് ചെയ്യുന്ന പ്രോഗ്രാംസുകളായിരിക്കണം നമ്മൾ നമ്മുടെ പാഠ്യപദ്ധതിയിൽ അല്ലെങ്കിൽ കരിക്കുലർ ആക്ടിവിറ്റീസിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ടത്. ഓക്കെ, അതായത് പാഠ്യപദ്ധതിയിലൂടെയും സഹപാഠ്യപദ്ധതിയിലൂടെയും, അതായത് കരിക്കുലർ ആൻഡ് കോ കരിക്കുലർ ആക്ടിവിറ്റീസിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്തിനാണ്? കുട്ടികളിലെ വാല്യൂസ് ഡെവലപ്പ് ചെയ്യുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ നല്ല അഭിമാന്യമായിട്ടുള്ള മനോഭാവം സൃഷ്ടിക്കുന്ന തരത്തിലുള്ള ആക്ടിവിറ്റീസ് ആയിരിക്കണം നമ്മൾ ഉൾപ്പെടുത്തേണ്ടത്. ഓക്കെ, നമ്മുടെ പാഠഭാഗങ്ങളിൽ അല്ലെങ്കിൽ സ്കൂൾ സിറ്റുവേഷൻസിൽ ഉൾപ്പെടുത്തേണ്ടത്. ഇനി കുറച്ച് പ്രോഗ്രാംസുകൾ, അതായത് ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ, അതായത് കുട്ടികളുടെ സ്കിൽസ് അല്ലെങ്കിൽ വാല്യൂസ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് സ്കൂളിൽ കണ്ടക്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് പ്രോഗ്രാംസുകൾ താഴെ ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ്? Some of the important programs that could be undertaken in the school for the purpose are listed below. First one ഏതാണ്? കമ്മ്യൂണിറ്റി പ്രയർ. എന്താണ് കമ്മ്യൂണിറ്റി പ്രയർ? സമൂഹ പ്രാർത്ഥന, അല്ലെ? യെസ്. കമ്മ്യൂണിറ്റി പ്രയർ may be organized with care, enthusiasm and passionate zeal, inspiring prayers song may be recitated in chorus. A universal prayer for world peace may be recitated. Community prayers are passages selected from ancient religious books may be sung by the common group. അപ്പോൾ എന്താണ് കമ്മ്യൂണിറ്റി പ്രയർ എന്ന് പറയുന്നത്? നമുക്കൊരു സമൂഹ പ്രാർത്ഥന അല്ലെങ്കിൽ ഈ പ്രയർ ചൊല്ലുന്ന സമയത്ത് നമ്മളിൽ ഒരു വികാരം രൂപപ്പെടാറുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പ്രയർ ചൊല്ലുന്ന സമയത്ത് എന്താണ് ആ ഒരു വികാരം? പ്രയർ എന്ന് പറയുമ്പോൾ എന്തിനു റിലേറ്റഡ് ആയിട്ടാണ് പ്രയർ വരുന്നത്? നമ്മുടെ സ്കൂൾ സിറ്റുവേഷൻസ് അല്ലെങ്കിൽ നമ്മുടെ ഗുരുക്കന്മാരെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഈശ്വരനെ കുറിച്ച് അല്ലെങ്കിൽ പാഠഭാഗങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ മൂല്യങ്ങളെ കുറിച്ച്, ഇതൊക്കെ കാര്യങ്ങളായിരിക്കില്ലേ ആ പ്രയറിൽ ഉൾപ്പെടുന്നത്, അല്ലെ? അത്തരം ഭാഗങ്ങളാണ് ആ പ്രയറിന്റെ അകത്ത് ഉൾക്കൊള്ളുന്നത്. നമ്മുടെ പാരന്റ്സ് വരെ അതിൽ ഉൾക്കൊള്ളുന്നത്, നമ്മുടെ ഗുരുക്കന്മാരെ, മാതാപിതാക്കള്, അല്ലെങ്കിൽ ഒരു മൂല്യങ്ങളെ കുറിച്ച്, ഇതെല്ലാം ഉൾക്കൊള്ളുന്ന പ്രയർ ആയിരിക്കുള്ളൂ നമ്മുടെ മിക്ക പ്രയറിലും ഉൾപ്പെടുന്നത്. നിങ്ങൾ പാടാറുണ്ട് ഇവിടെ, അല്ലെ? ഇവിടെ പാടാറുള്ള പ്രയേഴ്സിലൊക്കെ എന്താണ് കാരണങ്ങളൊക്കെ ഉൾപ്പെടാറുണ്ട്. അപ്പൊ അത് കേൾക്കുന്ന സമയത്ത് നമുക്ക് എന്ത് തോന്നാറുണ്ട്? എന്തൊക്കെ തോന്നാറുണ്ട്? നമുക്ക് ഒരു ഉത്സാഹം, എന്തൂസിയാസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഉത്സാഹം തോന്നും ആ പ്രയർ കേൾക്കുമ്പോൾ. അല്ലെങ്കിൽ സീൽ മീൻ ഒരു തീഷ്ണത. നമുക്കിപ്പോ വന്ദേ മാതരം കേൾക്കുന്ന സമയത്ത്, ഇപ്പൊ ഓഗസ്റ്റ് 5 കൊടി ഉയരുന്ന സമയത്ത് വന്ദേ മാതരം കേൾക്കുന്ന സമയത്ത് നമുക്ക് ചിലർക്ക് ഗൂസ് ബംസ് വരാറുണ്ട്, അല്ലെങ്കിൽ എന്താണ് രോമാഞ്ചം വരുമെന്ന് പറയില്ല നമ്മള്. നിങ്ങൾക്ക് അങ്ങനെ ഒന്നും വരാറില്ലല്ലേ? ഉണ്ടാവും, ഗൂസ് ബംസ് ഉണ്ടാവും. വേണ്ട, ജനഗണമന എവിടെ കേട്ടാലും നമുക്കൊരു എപ്പോ കേട്ടാലും അത് കേൾക്കുമ്പോ ഒരു വല്ലാത്തൊരു ഫീലിങ്സ് അനുഭവപ്പെടുന്നുണ്ട്, അല്ലെ? അത് തന്നെയാണ് എന്താ നമ്മൾ ആ ഒരു
പ്രയറിന് അല്ലെങ്കിൽ ഇപ്പൊ എന്തോ ആയിക്കോട്ടെ, ഇപ്പൊ ആ പ്രയറിന് നമ്മൾ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. നമ്മളൊരു ഇന്ത്യ മഹാരാജ്യത്ത് ജീവിക്കുന്ന ഒരു ഇന്ത്യൻ പൗരനാണ്. ആ പൗരൻ എന്ന നിലയിൽ നമ്മളുടെ ഉള്ളിൽ ചില വികാരങ്ങളുണ്ട്, തീക്ഷ്ണമായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഓരോ പ്രയർ കേൾക്കുമ്പോൾ നമുക്കൊരു ഇൻസ്പിറേഷൻ ആണ് വരുന്നത്. ആ ഇൻസ്പിറേഷൻ ആണ് നമ്മളുടെ രീതിയിൽ ആ ഒരു ഫീലിങ്സ് ആയിട്ട്. ചിലപ്പോൾ ചില കുട്ടികൾ വളരെ ആത്മാർത്ഥമായിട്ട് പ്രയർ ചൊല്ലുന്നതാണ് കാണുന്നത്. അതുപോലെ ടീച്ചേഴ്സ് കൂടെ നിൽക്കുന്ന, അല്ലെങ്കിൽ കുട്ടികൾ അവിടെ പ്രയർ ചൊല്ലുന്ന സമയത്ത് ടീച്ചർ കൂടെ നിന്ന് അവിടെ നിന്ന് ചൊല്ലും. അത് ഒരു തരം വികാരമാണ്. പ്രയർ എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ച് ഒരേപോലെ നിന്ന് അവിടെ യൂണിറ്റി എന്നൊരു വാല്യൂ ആണ് അവിടെ ഡെവലപ്പ് ചെയ്യുന്നത്, അല്ലേ? അതായത് കമ്മ്യൂണിറ്റി ബോണ്ട് സ്ട്രെങ്തൻ ചെയ്യുന്നതോടൊപ്പം തന്നെ എന്താണ്, നമുക്കൊരു യൂണിറ്റി ഉണ്ടാകും. ഒരേപോലെ എല്ലാവരും ഒരേ സ്വരത്തില് ഒരുമിച്ചാണ് എന്ത് പാടുന്നത്, പ്രയർ പാടുന്നത്, അല്ലെ? ഓക്കെ. അപ്പൊ നമ്മളിൽ വളരെ തീക്ഷ്ണമായിട്ടുള്ള ഒരു വികാരത്തെ നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് സാധിക്കും. പിന്നെന്താണ്, നമ്മള് ഒരു കമ്മ്യൂണിറ്റിയിൽ ഒരുമിച്ച് ജീവിക്കുന്നവരാണ്, അല്ലെങ്കിൽ നമ്മളിൽ എല്ലാവരിലും ഒരു ഏകത്വമുണ്ട്. നാനാത്വത്തിൽ ഏകത്വം എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലെ? അപ്പൊ എല്ലാവരും തുല്യരാണെന്നുള്ള രീതിയിലുള്ള ഒരു കോമൺ സെൻസ് ഒക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഈ കമ്മ്യൂണിറ്റി പ്രയർ കൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. അപ്പൊ കമ്മ്യൂണിറ്റി പ്രയറിന് നമ്മൾ ഇന്ന സോങ് തന്നെ പാടണം എന്നൊരു നിർബന്ധമില്ല. ഏത് സോങ്സ് വേണമെങ്കിലും നമുക്ക് റെസിറ്റേറ്റ് ചെയ്യാം. പ്രത്യേകിച്ച് എന്താണ്, നമ്മൾ പാടുന്നത് ഒരു പ്രയർ പാടുന്ന ഒരാൾ ഒറ്റയ്ക്കാണോ പ്രയർ പാടുന്നത്? അല്ല മാം, കോറസ് ആയിട്ട്. കോറസ് ഉണ്ടായിരിക്കും, അല്ലെ? ചിലപ്പോൾ 6 പേര് 5 പേര് അങ്ങനെ 10 പേര് എങ്ങനെ വേണമെങ്കിലും. ഓക്കെ. അസംബ്ലിയിലൊക്കെ കണ്ടിരിക്കുന്ന നമ്മളൊരു 5 പേര് 6 പേരൊക്കെ നിന്നിട്ടായിരിക്കും പ്രയർ ചൊല്ലുന്നത്. ഒരു കുട്ടി മുന്നിൽ നിന്ന് പാടുന്നു, ബാക്കി കുട്ടികൾ അതിന്റെ മറ്റു വരികൾ ഒരുമിച്ച് എന്താണ് കോറസ് ആയിട്ട് പാടാണ്. ഇനി നമുക്ക് ഏത് പ്രയർ സോങ് വേണമെങ്കിലും സ്കൂളിൽ അവതരിപ്പിക്കാവുന്നതാണ്. ഇവിടെ പറയുന്നത് എന്താണ്, യൂണിവേഴ്സൽ പ്രയർ ഫോർ വേൾഡ് പീസ് മേ ബി റെസിറ്റേറ്റഡ്. എന്താണ് യൂണിവേഴ്സൽ പ്രയർ എന്ന് പറയുന്നത്? യൂണിവേഴ്സൽ പ്രയർ നമ്മുടെ ലോക സമാധാനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയും നമുക്ക് കാണാവുന്നത്. നമ്മുടെ എന്താണ് യൂണിവേഴ്സൽ പ്രയർ എന്ന് പറയുന്നത് എന്താണ്? വേൾഡ് പീസ് എന്ന് പറഞ്ഞാൽ ലോക സമാധാനത്തിന് വേണ്ടിയിട്ട് തയ്യാറാക്കപ്പെട്ടിട്ടുള്ള പോയങ്ങൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ പ്രാർത്ഥനകൾ ഉണ്ടാവും. അതും നമുക്ക് സ്കൂൾ സിറ്റുവേഷൻസിൽ ഉൾപ്പെടുത്താവുന്ന, അല്ലെങ്കിൽ സ്കൂളിൽ നമുക്കത് റെസിറ്റേറ്റ് ചെയ്യാവുന്നതാണ്. അല്ലാതെ ഒരു ഈശ്വരനെ കുറിച്ച് മാത്രം പാടണമെന്നില്ല. ഓക്കെ. ഇപ്പൊ വേണ്ടത് ലോക സമാധാനത്തിന് കുറെ മഹാന്മാർ തയ്യാറാക്കപ്പെട്ടിട്ടുള്ള കുറെ പോയംസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ പ്രയേഴ്സ് ഉണ്ടാവും. അതിലേതെങ്കിലും തിരഞ്ഞെടുത്ത് നമുക്ക് പാടാവുന്നതാണ്. പിന്നെ വേറെ എന്താണ്, ഇത് വേൾഡ് പീസ് അല്ലാതെ തന്നെ വേറെ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് പ്രയറിൽ ഉൾപ്പെടുത്താം? കമ്മ്യൂണിറ്റി പ്രയേഴ്സ് ആൻഡ് പാസേജ് സെലക്ടഡ് ഫ്രം ഏൻഷ്യന്റ് റിലീജിയസ് ബുക്ക് മേ ബി സൺ ബൈ ദ കോമൺ ഗ്രൂപ്പ്. ഇനി പ്രയർ നമുക്ക് വേറെ എവിടെ നിന്നൊക്കെ സെലക്ട് ചെയ്യാൻ സാധിക്കും? ഏൻഷ്യന്റ് റിലീജിയസ് ബുക്സിൽ നിന്ന്. എന്താണ് ഏൻഷ്യന്റ് റിലീജിയസ് ബുക്സ് എന്ന് പറയുന്നത്? പുരാതന മതഗ്രന്ഥങ്ങളിൽ, അല്ലെ? പുരാതനമായിട്ടുള്ള മതഗ്രന്ഥങ്ങളിലുള്ള പ്രയേഴ്സും ഏത് സോങ്സും പാടാം. പക്ഷെ കുറച്ച് പേരുകളുടെ എടുത്തു പറഞ്ഞെന്നുള്ളത് യൂണിവേഴ്സൽ പ്രയർ ആയിട്ട് നമുക്ക് വേൾഡ് പീസിനുള്ള പ്രയർ പാടാം. അതുപോലെ തന്നെ എന്താണ്, ഏൻഷ്യന്റ് റിലീജിയസ് ബുക്സിൽ, അതായത് പുരാതനമായിട്ടുള്ള മതഗ്രന്ഥങ്ങളിലുള്ള കുറച്ച് വരികൾ, എല്ലാം പാടാനല്ല, അതിലൊക്കെ ഉണ്ടായിരിക്കും. നമ്മളിപ്പോ പഴയ ഹിസ്റ്ററി ബുക്സുകളൊക്കെ എടുക്കുകയാണെങ്കിൽ അതിന്റെ ഫ്രണ്ടിൽ തന്നെ എന്താണ്, അല്ലെങ്കിൽ ആരാണ് അത് എഴുതിയിരിക്കുന്നത്, ഏതൊരു പദവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തിയെ കുറിച്ചിട്ടുള്ളതായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും സംസ്കാരത്തെ കുറിച്ചിട്ടുള്ളതായിരിക്കും. അങ്ങനെ പലതരത്തിലുള്ള എന്താണ് ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള പ്രയേഴ്സുകൾ ഉണ്ടാവും. അപ്പൊ അത് വേണമെങ്കിലും അതിലെ കുറച്ച് വരികൾ നമുക്ക് സെലക്ട് ചെയ്ത് പാടാവുന്നതാണ്. ഓക്കെ. അതൊരു കോമൺ ഗ്രൂപ്പ്സിൽ നമുക്ക് അത് അവതരിപ്പിക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ പ്രയർ എന്ന് പറയുമ്പോൾ ഇന്നത് പാടാമെന്നൊരു നിബന്ധനയും ആരും തരുന്നില്ല. അങ്ങനെ പറഞ്ഞാൽ എന്താണ്, അവിടെ യൂണിറ്റി ഇല്ലാണ്ടാവും, അല്ലെ? ഏത് സോങ്സും നമുക്ക് അവിടെ അവതരിപ്പിക്കാം. അത് റിലീജിയസ് അല്ലാത്ത രീതിയിൽ ഏത് സോങ്സും നമുക്ക് അവിടെ അവതരിപ്പിക്കാം. ഓക്കെ. വേറാണ് ഇപ്പൊ നിങ്ങളിവിടെ പ്രയർ പാടാറുണ്ട്. എല്ലാവരും ഒരേപോലത്തെ പ്രയർ ആണോ നിങ്ങൾ പാടാറ്? ആണോ? യൂണിവേഴ്സൽ പ്രയറും അല്ലാത്ത പ്രയറും ഒക്കെ പാടലുണ്ടല്ലോ. യൂണിവേഴ്സൽ പ്രയർ ആണ്, എല്ലാ പ്രയറും പാടാറുണ്ട്. ചിലപ്പോ പാടാത്ത രീതിയിൽ കുറച്ച് വരികൾ പറഞ്ഞു പോകാറുണ്ട് ചിലവര്, അല്ലെ? കുറച്ച് ഇംഗ്ലീഷ് വേർഡ്സ്, കുറച്ച് ഇംഗ്ലീഷ് സെന്റൻസസ് ഒക്കെ പറഞ്ഞങ്ങ് ഒരു 4 വരിയിലൊക്കെ പ്രയർ ഒതുക്കാറുണ്ട്. ഓക്കെ. യെസ്. അപ്പൊ നമ്മൾ എന്തിനാണ് ഈ കമ്മ്യൂണിറ്റി പ്രയർ, അല്ലെങ്കിൽ പ്രയർ സ്കൂളിൽ ഉൾപ്പെടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എന്ത് വാല്യൂസ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്? എന്ത് വാല്യൂ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്? എന്ത് വാല്യൂ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയാണ് കമ്മ്യൂണിറ്റി പ്രയർ നമ്മൾ സ്കൂളിൽ അവതരിപ്പിക്കുന്നത്? പറയൂ. എന്ത് മൂല്യമാണ് ഇതിലൂടെ ഡെവലപ്ഡ് ആവുന്നത്?
ഒരു മോറൽ തോന്നല്ലേ? മോറൽ വാല്യൂസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിട്ടല്ലേ മാം? അവിടെ എഴുതി വെക്കാം ടു ഫോസ്റ്റർ, അവിടെ എഴുതി വെച്ചോളൂ കേട്ടോ. ടു ഫോസ്റ്റർ FOSTER, to foster a sense of community, and shared values. അതായത് നമ്മുടെ കമ്മ്യൂണിറ്റി പ്രൈമറിയുടെ മെയിൻ പർപ്പസ് ആണ് എന്താ? മെയിൻ പർപ്പസ് എന്ന് പറയുമ്പോൾ എന്തിലാണ് നമ്മൾ ഇമ്പോർട്ട് കൊടുക്കുന്നത്? ഒരു കമ്മ്യൂണിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അവിടെ തന്നെ എന്താണ്? വാല്യൂസ് ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്. അതാണ് എന്താ അതിന്റെ മെയിൻ കമ്മ്യൂണിറ്റി പ്രയറിന്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഇതിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്? കമ്മ്യൂണിറ്റി പ്രയറിന്റെ ബെനിഫിറ്റ് ഗുണം എന്താണ്? സ്ട്രെങ്തൻ കമ്മ്യൂണിറ്റി ബോണ്ട്സ്. കമ്മ്യൂണിറ്റി സമൂഹവുമായിട്ടുള്ള ഒരു ബോണ്ട് നമുക്ക് വികസിപ്പിക്കാനും യൂണിറ്റി ഡെവലപ്പ് ചെയ്യാനായിട്ടും സഹായിക്കുന്നു. സ്ട്രെങ്തൻ കമ്മ്യൂണിറ്റി ബോണ്ട്. ഓക്കെ, നമ്മളിപ്പോ സ്കൂളിൽ ചെല്ലുമ്പോൾ പ്രയർ പാടുന്നത് ഒരു കുറച്ചു പേര് മാറി നിന്നാണോ പ്രയർ പാടുന്നത്, അല്ലെങ്കിൽ കുറച്ചു പേര് പാടാതിരിക്കുവോ? എങ്ങനെയാണ് ചെയ്യാറ്? എങ്ങനെയാണ് പ്രയർ പാടുന്നത്? കുഞ്ഞു സ്കൂളൊക്കെ എല്ലാരും കൂടെ ഒരുമിച്ചാണ് മാം എല്ലാവരും ഒരുമിച്ച് നിന്നാണ് നമ്മൾ പ്രയർ പാടുന്നത് അല്ലേ? തന്നെയാണ്. അപ്പൊ അവിടെ എന്താണ്? അവിടെ ഒരു കമ്മ്യൂണിറ്റിക്ക് ഒരു ബോണ്ട് ഉണ്ട്. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി യൂണിറ്റി ആയിട്ടാണ്, അല്ലെങ്കിൽ ഒരു ഏകത്വമായിട്ടാണ് അവർ ആ പ്രയർ അവിടെ അവതരിപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ യൂണിറ്റി എന്നുള്ള വാല്യൂ ആണ് അവിടെ ഡെവലപ്പ് ചെയ്യുന്നത്. യെസ്, അതോടൊപ്പം തന്നെ നമ്മൾ പല കാര്യങ്ങളും മനസ്സിലാക്കുന്നുണ്ട് അല്ലെ? പലതരം സോങ്സുകൾ അല്ലെങ്കിൽ പലതരം പ്രയേഴ്സുകൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ അതിൽ ഉൾപ്പെടുന്ന വരികളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട് അല്ലെ? ഒരു 8 വരികളാണെങ്കിലും 8 വരിയുടെ ഇമ്പോർട്ടൻസ് നമ്മൾ ദിനപ്രതി കുട്ടികൾ പാടുകയാണ് അല്ലെ? 8 വരിയിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ കുട്ടികൾ അത് കേൾക്കുകയാണ്. അപ്പൊ അതിൽ നിങ്ങൾ ഒരു പ്രയർ ഇവിടെ ചൊല്ലാറുണ്ട്. ആരാണ് ഇവിടെ ചൊല്ലാറ്? അഖിലയാണ്. അഖിലയുണ്ടോ? അഖില നല്ലൊരു പ്രയർ പാടാറുണ്ട്. അതിലെ പല വരികള് ഭയങ്കര എക്സ്പ്രഷൻ ആണ്. അപ്പൊ കുട്ടികൾ അത് കേട്ട് പാടി എന്താണ് അവരറിയാതെ തന്നെ എന്താണ് പല വാല്യൂസ് അവർക്ക് ഡെവലപ്പ് ചെയ്യാണ്. ഓക്കെ, മനസ്സിലായോ കമ്മ്യൂണിറ്റി പ്രയർ എന്താണെന്ന്? നിങ്ങൾ എന്തെങ്കിലും മിണ്ടാതിരിക്കുന്നേ? യെസ് മാം, മനസ്സിലായി. ഭയങ്കര എനർജി ഉണ്ടായിരുന്ന ആൾക്കാരാണ്. ഇപ്പൊ എനർജി ഒക്കെ പോയി. 10-30 കുട്ടികളിൽ ഇപ്പൊ ഒതുങ്ങി നിങ്ങൾ. എന്ത് പറ്റി? സുഖമില്ലാഞ്ഞിട്ടാണോ, അല്ലെങ്കിൽ ക്ലാസ് ബോറടിച്ചിട്ടാണോ? എന്താണ് കാര്യം? ഇല്ല മാം, ക്ലാസ് ബോറൊന്നുമില്ല. പിന്നെ എന്ത് പറ്റി? പിന്നെ ഒരു മൂഡ് ഔട്ട് ഇതാണ്. എന്തെങ്കിലും ഓപ്പൺ ആയിട്ട് പറയണം കേട്ടോ. ഇല്ല മാം, കുഴപ്പമൊന്നുമില്ല. കുഴപ്പമൊന്നുമില്ല. പറയുന്നതിൽ എന്തോ കുഴപ്പമുണ്ടല്ലോ? ഇല്ല മാം, ഒരു കുഴപ്പമില്ല. കുഴപ്പമില്ല. അല്ലെ നിങ്ങള് ക്ലാസ്സിൽ ഇങ്ങനെ കേട്ടിരിക്കുന്നതാണോ എന്നറിയില്ല, അല്ലെങ്കിൽ എന്താ ചെയ്യുന്നതെന്ന് നമുക്ക് അറിയാൻ പാടില്ല. അത് മാം സാധാരണ ആക്റ്റീവ് ആയിട്ടുണ്ട്, പകുതി പേരും ട്രെയിനിങ് നിർത്തിയില്ല, അതുകൊണ്ടായിരിക്കും. അതായിരിക്കും. മേഘ്ന കയറാറില്ലേ ക്ലാസ്സില്? ഇല്ല മാം, അവളുടെ ട്രെയിനിങ് കഴിഞ്ഞിട്ടില്ല. കുറെ ലീവ് വന്നില്ലേ അതിനിടക്ക്, മഴയൊക്കെ ആയിട്ട്. അതെ. നെക്സ്റ്റ് ഹെൽത്ത് ആൻഡ് ക്ലീൻനെസ് പ്രോഗ്രാം. ഇനി നമ്മൾ അടുത്ത വാല്യൂസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് സ്കൂളിൽ കണ്ടക്ട് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു പ്രോഗ്രാമാണ് എന്താ? ഹെൽത്ത് ആൻഡ് ക്ലീൻനെസ് പ്രോഗ്രാം. ഇതാണ് നമുക്കറിയാം, നമ്മുടെ സ്കൂളിൽ നമുക്ക് പലതരത്തിലുള്ള ആരോഗ്യ സംരക്ഷണ പരിപാടികൾ ഉൾപ്പെടുത്താവുന്ന അല്ലെ? നമ്മൾ അതൊക്കെ കണ്ടക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ്? ഒന്ന്, കുട്ടികളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും അതോടൊപ്പം തന്നെ എന്താണ് നല്ലൊരു എൻവയോൺമെന്റ് കെട്ടിപ്പടുക്കുന്നതിനും വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള പ്രോഗ്രാംസുകൾ കണ്ടക്ട് ചെയ്യുന്നത്. The need for protection of environmental hygiene may be stressed. Pupils may be conversant with the principle of healthy and hygienic living. A small health corner in the school may be formed where the students may be trained in the practice of personal cleanings. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഹെൽത്ത് ആൻഡ് ക്ലീൻനെസ് പ്രോഗ്രാംസ് സ്കൂളിൽ കണ്ടക്ട് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? മൊത്തത്തിൽ ഹൈജീനിന് വേണ്ടിയിട്ട്. എന്തുണ്ടാവാനാണ്? ഹൈജീൻ.
ഹൈജീനിന്റെ പ്രാക്ടീസസിനെ കുറിച്ച് മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ ഹെൽത്തി ലിവിങ് എങ്ങനെയാണ് വേണ്ടത്, ഒരു ക്ലാസ് റൂം അന്തരീക്ഷം എങ്ങനെയാണ്, അല്ലെങ്കിൽ കുട്ടികൾ പേഴ്സണൽ ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ അല്ലെ അവരുടെ ഹൈജീനിക്കുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവരുടെ വ്യക്തി ശുചിത്വവുമായി ബന്ധപ്പെട്ടും പരിസര ശുചിത്വവുമായി ബന്ധപ്പെട്ട് കുട്ടികൾ എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം എന്നതുമായി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അതിനെ കുറിച്ച് അവയർനെസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കണ്ടക്ട് ചെയ്യുന്നത്, ഹെൽത്ത് ആൻഡ് ക്ലീൻനെസ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, യെസ്. അപ്പൊ നമ്മള് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ഹെൽത്ത് കോർണേഴ്സ് തയ്യാറാക്കുന്നത് നല്ലതായിരിക്കും. ഹെൽത്ത് കോർണേഴ്സ്, അതായത് ഹെൽത്ത് കോർണർ എന്തിനെ കുറിച്ചിട്ടാണ്, കുട്ടികൾക്ക് പേഴ്സണൽ ക്ലീനിങ്സിന്റെ പ്രാക്ടീസസ് കൊടുക്കുന്നതിന്, അതായത് വ്യക്തി ശുചിത്വത്തിനെ കുറിച്ചിട്ടുള്ള പരിശീലനം കൊടുക്കുന്നതിന് അധ്യാപകർക്ക് എന്ത് കണ്ടക്ട് ചെയ്യാൻ സാധിക്കും, ഒരു ഹെൽത്ത് കോർണർ. എ സ്മോൾ ഹെൽത്ത് കോർണർ ഇൻ ദി സ്കൂൾ മേ ബി ഫോം that the students may be trained in the practice of personal cleanings. കുട്ടികളിലെ വ്യക്തി ശുചിത്വം ഡെവലപ്പ് ചെയ്യുന്നതിനായിട്ട് അവർക്ക് അതിന്റെ പരിശീലനം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അധ്യാപകർക്ക് എന്ത് തയ്യാറാക്കാം, ഒരു സ്മോൾ ഹെൽത്ത് കോർണർ അലൈൻ ചെയ്തിട്ടുള്ളൂ കേട്ടോ, ഒരു ഹെൽത്ത് കോർണർ കണ്ടക്ട് ചെയ്യാവുന്നതാണ്. എവിടെയാണോ പ്രാക്ടീസിന്റെ സ്പെല്ലിംഗ് തെറ്റിയിരിക്കുന്നത്? അത് ലെറ്റേഴ്സ് കയറി വന്നിരിക്കുന്നതാണ് കേട്ടോ. പ്രാക്ടീസിന്റെ സ്പെല്ലിംഗ് എന്ന് പറഞ്ഞേ. ഇതിൽ ഏത് ലെറ്റർ ആണ് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത്? C-double-I. ഓക്കെ, C-double ഒന്നും വേണ്ടാണ് കേട്ടോ. ക്രിട്ടിക്കൽ മിസ്റ്റേക്ക് ആയിരിക്കും. ടെക്സ്റ്റിൽ അങ്ങനെ തന്നെയാണോ നിങ്ങൾക്ക്? അങ്ങനെ തന്നെയാണ്. PDF മാത്രമല്ല നിങ്ങളുടെ കയ്യിലെ ടെക്സ്റ്റ്. അപ്പൊ ഒന്ന് തിരിച്ചേക്ക് കേട്ടോ. അപ്പൊ പരിസ്ഥിതി ശുചിത്വം സംരക്ഷിക്കേണ്ട ആവശ്യകത എന്താണ്, പേഴ്സണൽ ശുചിത്വം സംരക്ഷിക്കേണ്ട ആവശ്യകത എന്താണ്, ഇതൊക്കെ കുട്ടികളെ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് അല്ലെ. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് അധ്യാപകർ എന്താണ് ഒരു ഹെൽത്ത് കോർണർ സംഘടിപ്പിക്കുകയാണ്. ചിൽഡ്രൻ മേ ബി എൻകറേജ്ഡ് ആൻഡ് ക്ലീൻ ദെയർ റൂംസ്, ഫർണിച്ചർ ആൻഡ് ബാത്റൂം ദംസെൽഫ്. ഇത്തരം പ്രോഗ്രാംസുകളൊക്കെ കണ്ടക്ട് ചെയ്യുന്നത് വഴി കുട്ടികളിൽ എന്തൊക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും, കുട്ടികൾ ഏത് തരത്തിലുള്ള എൻകറേജ്മെന്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും? അവരുടെ റൂമും ഫർണിച്ചറും ബാത്റൂമും ഒക്കെ അവരെ തന്നെ ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടി ട്രെയിൻ ചെയ്യാൻ സാധിക്കും. അതിൽ അവരുടെ പേഴ്സണൽ ക്ലീനിങ്സ്, പ്രത്യേകിച്ച് അവരുടെ റൂം, ഫർണിച്ചേഴ്സ്, അവർ ഉപയോഗിക്കുന്ന ഫർണിച്ചേഴ്സ്, ബാത്റൂംസ് ഒക്കെ എന്താണ് അവർക്ക് സ്വന്തമായിട്ട് ക്ലീൻ ചെയ്യുന്ന രീതിയിൽ എന്താണ് അവരുടെ ആ ഒരു തരം ഡെവലപ്മെന്റ്സ് ഉണ്ടായി വരും അല്ലെ. ഇത്തരം പ്രാക്ടീസസ് നമ്മൾ കൊടുക്കുന്നത് വഴി വീട്ടിലും അതേപോലെ തന്നെ സ്കൂളിലും കുഞ്ഞുങ്ങൾ അങ്ങനെ ചെയ്യും. Then a first aid box may be kept in a convenient place and health charts may be displayed. ഇനി നമ്മുടെ സ്കൂളിൽ മറ്റെന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ പറ്റും? ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് നമുക്ക് തയ്യാറാക്കാം അല്ലെ. ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണം? അത്യാവശ്യം പെട്ടെന്ന് മുറിവ് പറ്റിയാൽ വേണ്ട എല്ലാ സാധനങ്ങളും, തുടക്കുന്ന മരുന്ന്, കോട്ടൺ ഉണ്ടായിരിക്കും, സിസേഴ്സ് ഉണ്ടായിരിക്കും, ടാബ്ലറ്റ്സ് ഉണ്ടായിരിക്കും, ഡെറ്റോള്, മരുന്ന്, ഓയിൽമെന്റ്. നിങ്ങൾ ഫസ്റ്റ് എയ്ഡ് ബോക്സ് തയ്യാറാക്കിയോ? നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? യെസ് മാം. അപ്പൊ അതൊരു കൺവീനിയന്റ് ആയിട്ടുള്ള പ്ലേസിൽ നമുക്കത് സൂക്ഷിച്ച് വെക്കാവുന്നതാണ് ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സ്. പിന്നെന്താണ്, ഹെൽത്ത് ചാർട്ട്സ് മേ ബി ഡിസ്പ്ലേഡ്. ഹെൽത്ത് ചാർട്ടുകൾ നിങ്ങൾ തയ്യാറാക്കിയിട്ടുള്ള ഹെൽത്ത് ചാർട്ട്സുകൾ തയ്യാറാക്കിയിട്ടില്ലേ? ഉണ്ട് മാം. അപ്പൊ ഹെൽത്ത് ചാർട്ട്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തുമായി ഡിപ്പെൻഡ് ചെയ്തൊക്കെ കൊടുക്കാൻ പറ്റും? എന്തൊക്കെ കാര്യങ്ങൾ ഹെൽത്ത് ചാർട്ട്സിൽ ഉൾപ്പെടുത്താം? വാഷിംഗ് ഹാൻഡ്സ് വരാണ്. വാഷിംഗ് ഹാൻഡ്സിനെ കുറിച്ച്, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ കൊടുക്കാം, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ്സുകൾ മാത്രം അടങ്ങിയ ഒരു ഹെൽത്ത് ചാർട്ട് കൊടുക്കാം അല്ലെ. അല്ലെങ്കിൽ ഡെയിലി റുട്ടീനുമായി ബന്ധപ്പെട്ട ഹെൽത്ത് ചാർട്ട്സ് കൊടുക്കാം. അല്ലെങ്കിൽ പ്രോട്ടീൻസ് അടങ്ങിയ ഭക്ഷണങ്ങൾ ഏതാണ്, കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയ ഭക്ഷണങ്ങൾ ഏതാണ്, വൈറ്റമിൻസ് ഏതൊക്കെയാണ് അല്ലെ. അങ്ങനെ ഭക്ഷണക്രമങ്ങൾ ഉൾപ്പെടുത്താം. അല്ലെങ്കിൽ ഏതൊക്കെ സീസണൽ ഫുഡ്സിനെ പറ്റിയുള്ള ഹെൽത്ത് ചാർട്ട്സുകൾ കൊടുക്കാം. അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ ചാർട്ട്സിൽ നമ്മൾ പിക്ചറോട് കൂടി അല്ലെ, ഹെൽത്ത് ചാർട്ട് എന്ന് പറയുമ്പോൾ പിക്ചറോട് കൂടിയിട്ടായിരിക്കും. ഇപ്പൊ വൈറ്റമിൻസിന്റെ പിക്ചേഴ്സ് ഒക്കെ കൊടുക്കാം. വൈറ്റമിൻ ഏതൊക്കെയാണ്, ABCD എന്ന് പറഞ്ഞ് നമുക്ക് ഏതൊക്കെ ഭക്ഷണങ്ങളാണ് അതിൽ വരുന്നത് എന്നുള്ള രീതിയിൽ ഉൾപ്പെടുത്താം. അങ്ങനെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഹെൽത്ത് ചാർട്ട്സുകൾ കൊടുക്കാം. പിന്നെ ഹെൽത്തി ഹാബിറ്റ്സിനെ കുറിച്ചിട്ട് അല്ലെ, ഹെൽത്തി ആയിട്ടുള്ള ഹാബിറ്റ്സ് എന്തൊക്കെയാണ്, ഡെയിലി റുട്ടീനിൽ നമ്മൾ കുട്ടികള് തയ്യാറാവേണ്ട അല്ലെങ്കിൽ പാലിക്കേണ്ട ഹാബിറ്റ്സുകൾ എന്തൊക്കെയാണ്, അങ്ങനെ ഏത് രീതിയിൽ നമുക്ക് എന്ത് ഉൾപ്പെടുത്താം, ഹെൽത്ത് ചാർട്ട്സുകൾ ക്ലാസ് റൂമിൽ കണ്ടക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഡിസ്പ്ലേ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സും തയ്യാറാക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ എന്താണ് ഹെൽത്ത് ചാർട്ട്സുകളും കുട്ടികൾക്ക് വേണ്ടി ഡിസ്പ്ലേ ചെയ്യാം. The need for eating
nutritious and clean food and for increasing healthy food habits may be well explained. ഇപ്പൊ ചാർട്സുകൾ മാത്രം ഡിസ്പ്ലേ ചെയ്ത് കൊടുത്ത് മാത്രം പോലെ നമ്മള് എന്തെങ്കിലും കൂടി കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള പോഷകങ്ങളായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നതിന്റെ പ്രാധാന്യം എന്തൊക്കെയാണ്, അതിന്റെ ആവശ്യകതകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ക്ലീൻ ഫുഡ്സ് അല്ലെ, നമ്മൾ കഴിക്കുമ്പോൾ എപ്പോഴും എങ്ങനെയുള്ള ഭക്ഷണം ആയിരിക്കണം കഴിക്കേണ്ടത്, പോഷക ഗുണങ്ങളായിരിക്കണം, അതോടൊപ്പം തന്നെ എന്തായിരിക്കണം, ക്ലീൻ ആയിട്ടുള്ള ഭക്ഷണങ്ങളായിരിക്കണം നമ്മൾ കഴിക്കേണ്ടത്. ഇപ്പൊ റോ മെറ്റീരിയൽസ് ആയിട്ട് കഴിക്കുന്ന ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടായിരിക്കും അല്ലെ, റോ കഴിക്കുന്ന, അതാണെങ്കിൽ എന്താണ് നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വേണം കുഞ്ഞുങ്ങൾ കഴിക്കാനായിട്ട്. അപ്പൊ അത് ന്യൂട്രീസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നതിന്റെ ഗുണങ്ങളെ പറ്റിയും അല്ലെങ്കിൽ അത് ക്ലീൻ ആയിട്ട് കഴിക്കേണ്ടതിനെ പറ്റിയുള്ള നിർദ്ദേശങ്ങൾ കുട്ടികൾക്ക് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കാം. പിന്നെ അതോടൊപ്പം തന്നെ എന്താണ് ഒരു ഹെൽത്തി ഫുഡ് ഹാബിറ്റ്സ് എന്താണ്, ഹെൽത്തി ഫുഡ് ഹാബിറ്റ്സിൽ ഒരു കുട്ടി പിന്തുടരേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, പ്രത്യേകിച്ച് നമ്മളെ ഭക്ഷണക്രമത്തെക്കാൾ ഇമ്പോർട്ടൻസ് പറയുന്ന സമയത്ത് നമ്മള് വെള്ളം കുടിക്കുന്നതിന്റെ ഇമ്പോർട്ടൻസ് പറയണം അല്ലെ. ഇപ്പൊ പല കുട്ടികളും വെള്ളം കുടിക്കുന്നില്ല അല്ലെ, നമ്മൾ കൊടുക്കുന്ന ബോട്ടിൽസ് തിരിച്ച് പകുതി ഉൾപ്പെടെ തന്നെ കുട്ടുന്ന കുഞ്ഞുങ്ങളുണ്ട്. കുറച്ചേ കുടിക്കുന്നില്ല, ധാരാളം ഭക്ഷണം കഴിക്കുന്ന സമയത്തും അല്ലെങ്കിൽ സ്നാക്സ് കഴിക്കുന്ന സമയത്തും മാത്രം കുടിച്ചിട്ട് ബാക്കി അതേപോലെ തന്നെ കൊണ്ടുവരുന്ന കുട്ടികളുണ്ട്. പക്ഷെ അവരോട് പറഞ്ഞു കൊടുക്കുക നമ്മുടെ ശരീരത്തിലെ ഭക്ഷണത്തെക്കാൾ കൂടുതൽ വെള്ളത്തിന്റെ ആവശ്യത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പൊ നമ്മള് എല്ലാവരും ശ്രദ്ധിക്കണം, കുട്ടികൾ നല്ല രീതിയിൽ വെള്ളം കുടിക്കുന്നുണ്ടോ, അങ്ങനെ വെള്ളത്തിന്റെ ആവശ്യകത ഏറ്റവും ഇമ്പോർട്ടൻസ് ആണ്. അപ്പൊ അതേ കുറിച്ചിട്ടൊക്കെ എന്താണ് നമ്മൾ നല്ല രീതിയിൽ കുട്ടികൾക്ക് അവയർനെസ് കൊടുക്കുക. അപ്പോൾ സ്കൂളിൽ ഒരു ഹെൽത്ത് ആൻഡ് ക്ലീൻനെസ് പ്രോഗ്രാംസുകൾ കൊടുക്കുന്നത് വഴി എന്താണ് കുട്ടികളിൽ നല്ല രീതിയിലുള്ള പേഴ്സണൽ ക്ലീൻനെസ് ആയിട്ട് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ പേഴ്സണൽ ക്ലീനിങ്, അത് വ്യക്തി ശുചിത്വത്തിനെ കുറിച്ച്, പരിസര ശുചിത്വത്തെ കുറിച്ചിട്ട് കുട്ടികൾക്ക് നല്ല രീതിയിൽ അവബോധം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, മനസ്സിലായോ? അടുത്തത് നിങ്ങൾക്കുള്ള ഒരു വർക്കാണ്. അടുത്തൊരു പ്രോഗ്രാം ആണ് എന്ത്, സോഷ്യലി യൂസ്ഫുൾ പ്രൊഡക്റ്റീവ് വർക്ക്. അതിനെ കുറിച്ചിട്ട് നിങ്ങൾ കണ്ടെത്തിക്കൊണ്ടുവരണം. അതായത് SUPW എന്താണ് ഒരു സോഷ്യലി യൂസ്ഫുൾ പ്രൊഡക്റ്റീവ് വർക്ക്, എന്താണ് അതിന്റെ ബെനഫിറ്റ്, എന്താണ് അതിന്റെ പർപ്പസ്, എന്തിനു വേണ്ടിയാണ് നമ്മൾ സ്കൂളിൽ കണ്ടക്ട് ചെയ്യുന്നത്. SUPW എന്ന് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത ഡീറ്റെയിൽ ആയിട്ട് കിട്ടും കേട്ടോ. അപ്പൊ നിങ്ങൾ അതൊന്ന് കണ്ടെത്തി നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഒന്ന് എഴുതി വെച്ചാൽ മതി കേട്ടോ. യൂണിറ്റ് 7 എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ പേര് എഴുതാം, സോഷ്യൽ യൂസ്ഫുൾ പ്രൊഡക്റ്റീവ് വർക്ക് എന്ന പേര് എഴുതാം. എന്താണ് SUPW എന്നൊന്ന് കണ്ടെത്തിയിട്ട് അടുത്ത ക്ലാസ്സിൽ അതൊന്ന് അവതരിപ്പിക്കണം. ഓക്കെ, ഓക്കെ മാം. യെസ്. ഇത്ര എടുക്കുന്നുള്ളൂ, വളരെ സ്പീഡിൽ പോകുന്നുണ്ടോ നിങ്ങൾക്ക്? ഇപ്പൊ തന്നെ തീരെ പോർഷൻസ് ഒക്കെ നിങ്ങളുടെ നിങ്ങൾക്ക് ഒരു ചാപ്റ്റർ എടുത്തായിരുന്നു. ഷാമിസ് എവിടം വരെ എടുക്കേണ്ടിയിരിക്കുന്നു ഇപ്പൊ? ടീച്ചർ എവിടം വരെ എടുക്കുന്നു അറിയാമോ? ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റ് അതാണ് എടുത്തോണ്ടിരിക്കുന്നത്. ഓക്കെ, നാച്ചുറൽ ഡെവലപ്മെന്റ്. നിങ്ങൾക്ക് ടെൻഡൻസീസ് ഓഫ് മാൻ എടുത്തിട്ടില്ലല്ലോ? ടെൻഡൻസീസ് ഓഫ് മാൻ ഇല്ല മാം. നിങ്ങൾ പഠിക്കുന്നതിൽ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണത്. ഇച്ചിരി ബുദ്ധിമുട്ടാണ് പഠിക്കാൻ. അപ്പൊ ടെക്സ്റ്റ് നോക്കിയാൽ തന്നെ നമുക്ക് വായിച്ചു നോക്കിയാൽ തന്നെ ഒരു കാര്യം മനസ്സിലാവില്ല. പക്ഷെ നമ്മളത് ബ്രീഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ, നിങ്ങൾക്ക് ഒരു ക്യാപ്സ്യൂൾ പരുവത്തിലാക്കിയിട്ടുണ്ട്. മാക്സിമം അങ്ങനെ പറഞ്ഞു തരാന്ന് വിചാരിക്കണം. അല്ലാത്ത പക്ഷെ അത് വായിച്ച് നിങ്ങൾ തന്നെ ടെക്സ്റ്റ് ഒന്ന് വായിച്ചു വെക്കാൻ മതി, മനസ്സിലാവില്ല. അത് എങ്ങനെ നോക്കിയാൽ വളരെ സിമ്പിൾ ആണ്, പക്ഷെ വളരെ നമ്മൾ ഇങ്ങനെ തിന്നണേ ഇങ്ങനെ കഴിക്കാന്ന് പറയില്ലേ, അതുപോലെ എഴുതി വെച്ചൊക്കെയാണ്. അപ്പൊ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് ആ ചാപ്റ്റർ പഠിക്കാൻ. നമ്മൾ 6ലും 5ലൊക്കെ എടുത്തപ്പോൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. പക്ഷെ പിന്നീടാണ് മനസ്സിലാക്കിയത് അതൊന്ന് ബ്രീഫ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് കണ്ടന്റ് എന്ന് നിങ്ങൾക്ക് പഠിച്ചാൽ മതി അല്ലെ. ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. അതായത് മനുഷ്യന് 14 ടെൻഡൻസീസ് ഉണ്ട്, നമ്മൾക്ക് മനുഷ്യർക്ക് 14 ടെൻഡൻസീസ് ഉണ്ട്. അപ്പൊ അതിനെ കുറിച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അതിൽ ഒരു ടെൻഡൻസിയാണ് നമുക്ക് ക്രിയേറ്റിവിറ്റി, കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ എന്താണ് കാൽക്കുലേഷൻ. ഇതൊക്കെ നമ്മുടെ ടെൻഡൻസികളാണ്, മനുഷ്യന്റെ പ്രവണതകളാണ്. അതിന്റെയൊക്കെ ഒരു ചെറിയ ചെറിയ ഡെഫിനേഷൻസ് മാത്രം നമ്മൾ പഠിച്ചാൽ മതി. ഓക്കെ, പക്ഷെ അതിൽ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഡീറ്റെയിൽസ് മീൻസ് നിങ്ങൾക്ക് അത് മനസ്സിലായി. ഇപ്പൊ ക്രിയേറ്റിവിറ്റി എന്താണെന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി അല്ലെ. അതിൽ കുറെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അങ്ങനെ പഠിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷൻസ് തോന്നും, ആ ചാപ്റ്ററിനോട് തന്നെ ഒരു മടുപ്പ് തോന്നും. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, അതൊക്കെ ബ്രീഫ് ചെയ്തൊന്ന് ഷോർട്ട് ആക്കിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ എടുത്തു തരാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ നമുക്ക് ക്ലാസ് എടുത്തു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല എത്രത്തോളം ബുദ്ധിമുട്ടുള്ള ഒരു ചാപ്റ്റർ ആണെന്ന്. ഓക്കെ, എന്താണോ മെസ്സേജ് അയച്ചത്?
ഒരു അസൈൻമെന്റിന്റെ കാര്യം. ഏത് അസൈൻമെന്റ്? മാം പറഞ്ഞില്ലേ മാം അത് എന്തോ സോഷ്യൽ യൂസ്ഫുൾ പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റി ആണ്. ഇത് കണ്ടോ? കണ്ടോ? സോഷ്യലി യൂസ്ഫുൾ പ്രൊഡക്റ്റീവ് വർക്ക് എന്താണെന്നൊന്ന് കണ്ടുപിടിച്ച് കൊണ്ടുവന്നാൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. ഓക്കെ, ഇതിന് ഇതാരെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇപ്പൊ തന്ന വർക്ക് ഡൗട്ട് ഉണ്ടോ ആരെങ്കിലും? No, ma'am. No, ma'am. ഓക്കെ, അപ്പൊ 1-2 പേജിൽ കൊള്ളാവുന്ന രീതിയിൽ നിങ്ങൾ എഴുതിയാൽ മതി. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് എഴുതണം കേട്ടോ. എന്തിനു വേണ്ടിയാണ് നമ്മൾ ആ പ്രോഗ്രാം സ്കൂളിൽ കണ്ടക്ട് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പറയുന്നത് കേട്ടോ. ഓക്കെ, നമുക്കത് ബ്രീഫ് ചെയ്ത് എഴുതിയാൽ മതി. കംപ്ലീറ്റ് എക്സ്പ്ലനേഷൻസ് ഒന്നും കൊടുക്കണ്ട, ബ്രീഫ് ചെയ്ത് എഴുതിയാൽ മതി. നിങ്ങൾക്ക് മനസ്സിലാവുന്ന എന്താണോ അത് വായിച്ചത് അതുപോലെ നോക്കി നിങ്ങൾ ബ്രീഫ് ആക്കി എഴുതാം. ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സൈൻ ഔട്ട് ഉണ്ടോ? ആരാണ്? Okay. As we come to the end of today's class, let me share a short story. The Golden Egg. Once upon a time, there was a farmer who had a goose that laid one golden egg every day. The farmer became rich, but he also became greedy. One day he thought, if I cut the goose open, I will get all the golden eggs at once. So he killed the goose but found nothing inside. Now he had no golden eggs and no goose. Moral: greed can destroy even what we already have. Let's remember to be patient and value what we have in life. Thank you and have a wonderful day ahead. Thank you, ma'am. Okay, very good. Okay, thank you. Have a nice day. Thank you, ma'am. Thank you. Thank you, ma'am. എല്ലാവരും പനിയൊക്കെ മാറ്റിയിട്ട് വാട്ടാം. പഴയ പോലെ ഇൻട്രസ്റ്റഡ്